വളരെ വേഗം തിരുവചന ധ്യാനത്തിലേക്ക് കടക്കാം. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 18 to 22. റോമർ 8:18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളെ വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നിങ്ങൾ ഒരാൾ വായിച്ച് സഹായിക്കുക നല്ലതാണ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ വചനത്തിനായി ദൈവത്തിന് മഹത്വം. ഇവിടെ ഈ സൃഷ്ടിയും സൃഷ്ടാവും എന്ന നമ്മുടെ പഠനത്തിൽ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ സൃഷ്ടിയെ പറ്റിയുള്ള ശാസ്ത്രീയ നിഗമനങ്ങൾ ബൈബിൾ വിരുദ്ധമല്ല എന്ന ഒരു കാര്യത്തിലാണ് നമ്മൾ ഊന്നൽ നൽകിയത്. സൃഷ്ടി എന്നല്ല ഒരു ശാസ്ത്ര കണ്ടെത്തലും ബൈബിൾ വിരുദ്ധമല്ല. ശാസ്ത്രം പുരോഗതി കൈവരിക്കുന്നു എന്നത് ഭക്തനെ ഒരിക്കലും ആശങ്കപ്പെടുത്തുന്ന കാര്യമല്ല. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയ ശേഷം അതേക്കുറിച്ചുള്ള അറിവുകൾ പുറത്തേക്ക് വരുമ്പോൾ മനുഷ്യൻ ചന്ദ്രനെയും കീഴടക്കി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ നിരീശ്വരന്മാർ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പറഞ്ഞു, ഇനി ദൈവത്തിന് വലിയ സ്ഥാനമൊന്നുമില്ല, ചന്ദ്രനിൽ ചെന്നിട്ട് ഇതൊന്നും കാണാൻ. എന്നാൽ ഇവർക്കറിയില്ല, ചന്ദ്രനിൽ കാലുകുത്തിയ ആളുകൾ പോലും ദൈവവിശ്വാസികളായി, സത്യദൈവത്തെ വിശ്വസിക്കുന്ന ആളുകളായി. അവരിൽ ഒരാൾ പിൽക്കാലത്ത് ചന്ദ്രനിൽ ചെന്നൊരാൾ നമ്മുടെ മാരാമൻ കൺവെൻഷനിൽ പ്രസംഗനായി സാക്ഷ്യം പറയാനൊക്കെ ആയിട്ടെത്തി. ചന്ദ്രനിൽ ചെന്ന ആളുകൾ ഗുരുത്വാകർഷണം കുറഞ്ഞ, ഗ്രാവിറ്റി കുറഞ്ഞ ചന്ദ്രന്റെ ആ ഭൂമികയിലേക്ക് കാലെടുത്ത് വെച്ച്, ആ വിരിമാറിൽ കാലെടുത്ത് വെച്ച് ബുദ്ധിമുട്ടി ആ പാദം അവിടെ ചവിട്ടി വെച്ചിട്ട് ആദ്യം ചെയ്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. നീ ഉണ്ടാക്കിയ സൂര്യചന്ദ്രന്മാരെയും ആകാശത്തെയും ഒക്കെ ഓർക്കുമ്പോൾ, നക്ഷത്രങ്ങളെ ഓർക്കുമ്പോൾ മർത്യനെ വിചാരിപ്പാൻ അവൻ എന്ത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥന. അപ്പൊ ചന്ദ്രനിൽ മുഴങ്ങിക്കേട്ട ശബ്ദം ദൈവത്തെ കുറിച്ചുള്ളതാണ്. അപ്പോ ഇവർ ഈ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുന്നില്ല. പലപ്പോഴും പ്രമുഖരായ ശാസ്ത്രകാരന്മാരുടെ ഒക്കെ പേര് പറഞ്ഞ് കുറ്റം കൊള്ളുന്ന നിരീശ്വരന്മാർക്ക് അറിയില്ല. ഇവരൊക്കെ പ്രാർത്ഥനാ മനുഷ്യരോ പ്രൊട്ടസ്റ്റന്റ് കത്തോലിക്ക സമൂഹങ്ങളിലൊക്കെ പെട്ട ആൾക്കാരാണ്. നമ്മള് കോവിഡ് കാലത്ത് സുലഭമായി ആഹാരം കഴിച്ചു, ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല. അതിന്റെ കാരണം അത്യാധുനിക രീതിയിൽ കൃഷിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ പാടെ മാറ്റിക്കൊണ്ട് വാൾമാർട്ട് പോലെയുള്ള കമ്പനികൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ പുറത്തുകൊണ്ടു. ആ വിത്തുകളുടെ ഗവേഷണം, അത് സംബന്ധിച്ച പഠനം നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്നറിയപ്പെടുന്നത്. ഈ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ പിതാവ് ഗ്രിഗർ മെൻഡൽ ഭക്ഷ്യവസ്തുക്കൾ സുലഭമായി കിട്ടുന്ന സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുക്കുന്നതിന്റെ ആ പ്രാരംഭകൻ ഒരു ദൈവമനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. മൈക്കൽ ഫാരഡെ എടുത്താൽ അദ്ദേഹവും ഒരു സുവിശേഷകനായിരുന്നു. ഐസക് ന്യൂട്ടൻ എടുത്താൽ സുവിശേഷകനായിരുന്നു. ഈ പേരിന്റെ നിരയിലെ വെക്കാൻ പോലും കൊള്ളാവുന്ന ഒരു പേരും സ്വന്തമില്ലാത്ത കക്ഷികളാണ് എത്തിസ്റ്റുകൾ. നമ്മുടെ കുട്ടികളൊക്കെ ഇതിൽ ആകൃഷ്ടരായി പോകുമ്പോൾ ഇവരൊക്കെ മണ്ടന്മാരായിട്ടല്ല ദൈവത്തെ വിളിച്ചത്, ദൈവ സാന്നിധ്യം അനുഭവിച്ചത്. അപ്പോ അങ്ങനെ പ്രബലരായ ലോകത്തിലെ സയന്റിസ്റ്റുകളൊക്കെ തന്നെ കർത്താവിനെ അറിഞ്ഞവരാണ്, കർത്താവിന്റെ നാമത്തിന്റെ വക്താക്കളാണ്. അപ്പൊ അവർ ഏറെ വായിച്ച, പഠിച്ച, ചർച്ച ചെയ്ത വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമുക്ക് സൃഷ്ടാവ് എന്നൊരു വിഷയം വളരെ ഗഹനമായി വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് അനുബന്ധമായൊരു വിഷയം നമ്മുടെ ഉപസംഹാരമായി പറയാം. ഈ സൃഷ്ടാവും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ നിഗൂഢതകൾ, അതിൻ്റെ ഉള്ളടക്കങ്ങൾ, അത് വളരെ 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 ചിന്താർഹമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ ജീവജാലങ്ങളിലെ ഒരു പരസ്പര ധാരണ, അവയുടെ എന്താ പറയുക, കൂടെയുള്ളവരെ സംരക്ഷിക്കാനുള്ള വ്യഗ്രത, ശത്രുക്കളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാനുള്ള അവയുടെ കഴിവ്, ഇതൊക്കെ ദൈവത്താൽ കൊടുത്തിട്ടുള്ള സ്വഭാവ മഹിമകളാണ്, ഗുണങ്ങളാണ്. ഇവിടെ ഒരു കാര്യം കാണുന്നു. ഈ സൃഷ്ടിക്ക് സംഭവിച്ച ഒരു അപജയത്തെക്കുറിച്ച് ബൈബിൾ പറയാം.
അതിലൊന്ന്, സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് വിടുതൽ ദ്രവത്വത്തിന്റെ ദാസ്യം. മലയാളത്തിലെ ആ പദം ഒരു അത്ര എളുപ്പത്തിൽ പിടികിട്ടാത്തതാണ്. എന്താ ദ്രവത്വം എന്ന് പറയും? വളരെ എളുപ്പമാണ്, ഈ പറയുന്ന ഭാഷ പോലെ കട്ടിയല്ല. എന്ന് വെച്ചാൽ നമ്മള് സകല സൃഷ്ടിയും നശിക്കാനുള്ളതാണ് എന്നാണ് കരുതുന്നത്. സകല സൃഷ്ടി നശിച്ചു പോകും. അപ്പൊ സൃഷ്ടി നശിക്കുമെങ്കിൽ ആ നശീകരണ പ്രക്രിയയാണ് ദ്രവീകരണം എന്ന് പറയും. ദ്രവിച്ചു തീരുക, വസ്തുക്കൾ ദ്രവിച്ചു തീരുക, ജീർണിച്ചു തീരുക, മണ്ണിന്റെ ഭാഗമാവുക, ദ്രവിച്ച് മറ്റൊരു അവസ്ഥ പ്രാപിക്കുക. അപ്പോ സൃഷ്ടി എല്ലാ ജീവജാലങ്ങളും നശിക്കും, മരിക്കും, ഉന്മൂലനം ചെയ്യപ്പെടുമെന്നുള്ള ഒരു ചിന്ത നമുക്കറിയാം. എന്നാൽ ആ ഉന്മൂലനത്തിന് അവ ഭയന്നാണ് കഴിയുന്നത്. ഇപ്പൊ ഉദാഹരണം, ഒരു ജീവി അത് നശിക്കുന്നു. അപ്പൊ അത് നശിക്കും, കൊല്ലും, അതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യം ഈ ജീവജാലങ്ങൾക്കും ഉണ്ട്, പ്രാണനെതിരെയുള്ള ഇതേക്കുറിച്ച്. ഞാൻ കഴിഞ്ഞൊരു ദിവസം വാഹനം ഓടിച്ചു വരുമ്പോൾ നല്ലൊരിറക്കം ഇറങ്ങി വരികയാണ്. വീതി കുറഞ്ഞൊരു റോഡാണ്. അപ്പൊ അവിടെ കുറെ നായ്ക്കുട്ടികൾ ഉണ്ട്. അപ്പൊ ഈ നായ്ക്കുട്ടികളെ ശരീരത്ത് അവയ്ക്ക് പരിക്കേൽക്കാതെ ഇത് ഓടിച്ചുകൊണ്ട് വരിക പ്രയാസമാണ്. ഞാനൊരു വിധത്തിൽ ആ വണ്ടി അവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് അവിടെ ഇട്ട് നിരക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരു നായ വന്നിട്ട് ഈ ചെറിയ നായ്ക്കളെല്ലാം ഇങ്ങനെ കടിച്ചെടുത്ത് അവിടുന്ന് മാറ്റും. അത് എന്നെ അമ്പരപ്പിച്ചൊരു കാഴ്ചയാണ്. ചെറിയ നായ്ക്കളെ, അതിൻ്റെ തന്നെ കുട്ടികളല്ല, പല നായ്ക്കളുണ്ട്, ഇച്ചിരി ഇടപ്പരുവൊക്കെ ഉള്ള, അതിനെയൊക്കെ ഇങ്ങനെ ഓടിച്ചു മാറ്റിയിട്ട് ഒരു ദയാവായ്പോടെ എൻ്റെ മുഖത്തേക്ക് നോക്കും. ഉപദ്രവിക്കരുതേ നടത്തത്തില്ല. കാരണം ഇത് പോകുന്നില്ല, ബാക്കി ചിലതിന് പോകാൻ പറ്റുന്നില്ല. അപ്പൊ അപ്പൊ എങ്ങനെ മനസ്സിലായി വണ്ടി കയറിയാൽ ഇത് ചാകുമെന്നും ഇത് തീരെ കുട്ടികളാണ് എന്നും ഇതിനെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അപ്പൊ ഈ ഒരു അറിവ് ദൈവത്താൽ ലഭിക്കുന്ന അറിവാണ്. ആ ജീവജാലങ്ങളെല്ലാം ഉള്ളിൽ ഈ ഒരു ബോധം അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. സ്വന്തം കുഞ്ഞിനോടുള്ള അതിൻ്റെ താല്പര്യം. ചില ജീവജാലങ്ങൾ അങ്ങനെയാണ്. ഇപ്പൊ കോഴി അതിനെ അടവച്ച് വിരിയിക്കുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരാളൊഴിച്ച് നമ്മളങ്ങ് ആരെങ്കിലും ഈ അടവച്ചിരിക്കുന്ന ആ പാത്രത്തിൽ, ആ കൊട്ടയ്ക്കുള്ളിൽ കൈയിട്ട കൊത്തു കിട്ടും, ആക്രമിക്കും. കാരണം കോഴി സുരക്ഷിതത്വത്തിലാണ് തൻ്റെ ആ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത്, വളർത്തുന്നത്. അപ്പൊ ഈ കുഞ്ഞിനോട് ഇത്രയും സ്നേഹം, അത് അപാരമായ സ്നേഹം. ആനയും ഇതുപോലൊക്കെ തന്നെയാണ്. ജീവജാലങ്ങൾ മിക്കതും ഈ കുട്ടിയെ തിരിച്ചറിയാൻ കഴിയാത്ത, അത്ര ഒരു കെയർ കൊടുക്കാതെ ഈ പെൻഗിനാണെന്നാണ് പറയുന്നത്. പെൻഗിൻ സ്വന്തം കുട്ടിയെ തിരിച്ചറിയാൻ അതിന് കഴിയുന്നില്ല. കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് പക്ഷേ അത് ആഹാരം കൊണ്ട് കൊടുക്കുന്നുണ്ട്, സ്വന്തം കുട്ടിയാണെന്ന് ഓർത്ത് കൊണ്ടു കൊടുക്കുന്നു. അപ്പോ സ്വന്തം മക്കളെ പെൻഗിൻ പക്ഷികൾക്കോ തിരിച്ച് സ്വന്തം മാതാപിതാക്കളെ മറ്റേ പക്ഷിക്കോ തിരിച്ചറിയില്ല, കുട്ടിക്കോ തിരിച്ചറിയില്ല. ബാക്കി ജീവജാലങ്ങളിലെല്ലാം ഇത്തരം ഒരു തിരിച്ചറിവ് കൊടുത്തിരിക്കുന്നു. പക്ഷേ ജീവജാലങ്ങൾക്കൊരു ഭയമുണ്ട്. അപ്പം മരണഭയത്തിലാണ് കഴിയുന്നത്, അല്ലേ? അതുകൊണ്ടാണ് നമുക്കറിയാം, ഈ സിംഹം ഓടി വരുന്നു, അല്ലെങ്കിൽ സിംഹമുള്ള ഇടത്ത് വസിക്കുന്ന ചെറിയ ജീവജാലങ്ങൾ പ്രാണന്റെ ഭയം, അവ കടിച്ച് കുടയും നശിപ്പിക്കുമെന്നുള്ള പേടി അവയ്ക്കുണ്ട്. അപ്പൊ ആ ദ്രവത്വത്തിന്റെ ദാസ്യത്തിലാണ് കഴിയുന്നത്. ഇവ ദ്രവിക്കുമെന്നുള്ള ഭയത്തിന്റെ ദാസ്യത്വം എന്ന് പറയുന്നത് ഒരുതരം ഭീതിയാണ്. നാം ആർക്ക് അടിമയായിരിക്കുന്നു എന്നത്, നമുക്ക് ഭയമുള്ള ഒരു ഘടകത്തിനാണ് നമ്മൾ അടിമയായിരിക്കുന്നത്. മദ്യത്തിന് അടിമയാവുക എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട്. സത്യമാണത്. അടിമയാകുന്നത് അധികാരം കൂടുതലുള്ള ഒരു ശക്തിക്ക് മുമ്പിലാണ് അടിമത്വം എന്ന പദപ്രയോഗത്തിന് അർത്ഥവ്യാപ്തി വരുന്നത്. അപ്പൊ സൃഷ്ടി ജീവജാലങ്ങളെല്ലാം ഒരുതരം ദ്രവത്വത്തിന് വിധേയമാണ്. അപ്പൊ ഈ ദ്രവത്വത്തിന് വിധേയമാകുന്ന ഒരു ശരീരത്തിൽ ആണ് സകല സൃഷ്ടി. അത് നമുക്ക് മനുഷ്യനെ സ്പെസിഫൈ ചെയ്യാം. മനുഷ്യൻ പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തോടെ, നമ്മുടെ കർത്താവിന്റെ മരണത്തോടെ നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നുണ്ട് ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്നൊരു പ്രയോഗമുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ശരീര വീണ്ടെടുപ്പ് ശരിക്കും എന്താണ്? ഇപ്പൊ നമ്മുടെ ശരീരം മരണഹേതുവാണ്, മരണത്തിന് വിധേയമാണ്. നമ്മൾ 2 മരണ വാർത്തകൾ ഇവിടെ കേട്ടു. ഇത് വസ്തുതാപരമാണ്. ഏത് ഘട്ടത്തിലും സംഭവിക്കാവുന്ന ഒന്നാണ് മരണം. അതിനാണ് ഷേക്സ്പിയർ പറയുന്നത് രംഗബോധമില്ലാത്ത കോമാളി, എവിടെ വരണമെന്ന് അറിയാത്ത കോമാളി എന്നുള്ള ഒരു വിശേഷണം. എവിടെയാണ് തൻ്റെ നാടകം, തൻ്റെ നാട്യം പ്രകടമാക്കേണ്ടെന്ന് അറിയാത്ത ഒരു കോമാളിയാണ് മരണമെന്ന് ഷേക്സ്പിയർ പറയും. അപ്പോ മരണം വരും. അപ്പൊ ഈ മരണത്തെക്കുറിച്ചുള്ള ഒരു ഭയം മനുഷ്യന്റെ ഉള്ളിലുണ്ട്.
ആ അന്തർലീനമായ ഭയത്തിനെതിരെ ഉള്ള ഒരു ചെറുത്തുനിൽപ്പിന് ഇന്നു വരെ കഴിഞ്ഞിട്ടില്ല. ആ ചെറുത്തുനിൽപ്പാണ് വാസ്തവത്തിൽ ശാസ്ത്രം ചെയ്യുന്നത്. മരണത്തെ ഒന്ന് അതിജീവിക്കാമോ, ഒരു ചെറുത്തുനിൽപ്പ്. ആ ചെറുത്തുനിൽപ്പിന് വേണ്ടിയുള്ള ഓട്ടത്തിൽ, ആ വ്യഗ്രതയിലാണ് മനുഷ്യരാശി, വിശിച്ച് ശാസ്ത്ര ചിന്തകന്മാർ. കാരണം ഈ മരണം ഒരു നിരാശ തരുന്ന ഘടകമാണ്. ഇപ്പൊ തന്നെ നമ്മുടെ സഹോദരങ്ങൾ ചിലർ കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെട്ടു. നമുക്ക് അതിന്റെ അർത്ഥവും ആശയമൊക്കെ അറിയാം. ചേർക്കപ്പെട്ട ദൈവസന്നിധിയിലാണ്, നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്കാണ്. പക്ഷെ നമുക്ക് അവരെ പിരിയുന്നത് ഒരു ദുഃഖമാണ്. മാനുഷികമായ ആ ദുഃഖത്തിന്റെ കനം വില കുറച്ച് കണ്ടിട്ട് കാര്യമില്ല. അത് വിലപിടിപ്പുള്ള ഒരു ദുഃഖം തന്നെയാണ്. ഒരു പ്രേഷ്യസ് വണ്ണിന്റെ, വിലപിടിപ്പുള്ള ഒന്നിന്റെ നഷ്ടം നമുക്കിവിടെ സംഭവിച്ചിരിക്കുന്നു. അപ്പൊ ദൈവം ചോദിച്ചാലും നമുക്കൊരു ന്യായമുണ്ട്. എന്തിനാണ് നീ കരയുന്നത്, അവൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോഴും നമ്മുടെ വർത്തമാനം എന്താ, കർത്താവ് അവൻ അവിടെ ഉണ്ടെന്നുള്ള ശരിയാണ്, പക്ഷെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. അതിന്റെ സങ്കടമാണ് ഞങ്ങൾ തീർക്കുന്നത്. അവിടെ ഉണ്ട്, ഇവിടെ ഇല്ല എന്നുള്ളതാണ്. നിസ്സാരമായ അർത്ഥത്തില് ഈ കുട്ടികൾ അവധിക്ക് വന്ന് മാതാപിതാക്കൾക്കൊപ്പം നിന്നിട്ട്, അമ്മ വീട്ടിലൊക്കെ നിന്നിട്ട് പോകുന്ന ആ കുഞ്ഞിനെ നോക്കിയിരിക്കുന്ന, പിരിയാൻ നേരം നോക്കിയിരിക്കുന്ന ഗ്രാൻഡ് ബായും മമ്മിയുണ്ട്. എന്തിനാണ് അവര് നല്ലൊരു സ്ഥലത്തേക്ക് ആ മക്കൾ പോകുന്നെങ്കിലും ഇവിടുന്ന് പോയി എന്നുള്ള ഒരു ദുഃഖം അവരെ അലട്ടുന്നു. നല്ലൊരു സ്ഥലത്തേക്കാണ്, പരിഗണന കിട്ടുന്ന സ്ഥലത്തേക്കാണ്. പക്ഷെങ്കിൽ ഇവിടുന്ന് പോകുന്നത് ദുഃഖമാണ്. ആ സമ്മതിക്കാതിരിക്കാൻ നമുക്ക് പറ്റുന്ന കാര്യമില്ല. മക്കളുടെ നഷ്ടം, മാതാപിതാക്കളുടെ നഷ്ടമൊക്കെ നമുക്ക് വേദനാജനകമാണ്. അപ്പൊ അന്ന് മുതൽ ഈ മരണത്തെ മനുഷ്യർ ഗൗരവമായി പഠിച്ചു. ഞാൻ ആദ്യം ഓർക്കുന്നത്, ഈ മരണം നമ്മൾ ഇൻവൈറ്റ് ചെയ്തതാണ്, നമ്മൾ ക്ഷണിച്ച് വരുത്തിയതാണ്. അതാണ് പറയുന്നത്, ഏക മനുഷ്യനാൽ പാവം, പാവത്താൽ മരണവും ലോകത്തിൽ കടന്നു. പാപം ചെയ്തപ്പോഴാണ് പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. ആ ഒരു ദൈവവചനത്തിന് പ്രകാരമാണ് സത്യത്തിൽ മരണം വരുന്നത്. അപ്പൊ മരണത്തെ ചെറുക്കണം, അല്ല എങ്കിൽ മനുഷ്യൻ മരിക്കില്ലായിരുന്നു. മരിക്കാത്തൊരു ശരീരമാണ്, നാശവിധേയമല്ലാത്തൊരു ശരീരത്തിൽ ആദം തിരഞ്ഞെടുത്തതാണ് മരണം. അപ്രതീക്ഷിതമായി തിരഞ്ഞെടുത്തതാണ്. അപ്രതീക്ഷിതമായ ആ തിരഞ്ഞെടുപ്പ്, മരണത്തെക്കുറിച്ചുള്ള തിരഞ്ഞെടുപ്പിലൂടെ മരണം ഭൂമിയിൽ യാഥാർത്ഥ്യമായി. അപ്പൊ മരണം പക്ഷെങ്കിൽ ഒരു വിധത്തിൽ മരണം ഒരു തലത്തിൽ അനുഗ്രഹമാണ്. അനുഗ്രഹമാകുന്ന എവിടെയാണ്? ഇപ്പൊ യൂത്തനഷ്യ, ദയാവധം ചോദിക്കുന്ന മനുഷ്യർ, വല്ലാത്ത മെന്റൽ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന, ട്രോമയിലൂടെ കടന്നു പോകുന്ന മനുഷ്യര് ചില ഘട്ടത്തിൽ മരിച്ചാൽ കൊള്ളാം എന്നാഗ്രഹിക്കുന്നു. ചിലർ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നു. അപ്പൊ എന്നാലും മരണത്തെ മൊത്തത്തിലെടുത്താൽ അത് ഭീതിജനകമാണ്. അതുകൊണ്ടാണ് പരിഷ്കൃത രാജ്യങ്ങളിൽ ഈ വധശിക്ഷ ഇല്ല, വധശിക്ഷ നിരോധിച്ചിരിക്കുന്നു. എൻ്റെ അഭിപ്രായം ഈ വധശിക്ഷ പാടില്ല എന്ന് തന്നെയാണ്. മറ്റെന്തെങ്കിലും ഒരു ശിക്ഷയാണ് പകരം കൊടുക്കണം. ഒരിക്കലും അവർ പുറത്ത് സെർവിറ്റ്യൂഡ് അല്ലെങ്കിൽ ആജീവനാന്തം സർക്കാരിന് വിധേയമാക്കി ജീവിക്കുന്ന ശിക്ഷാവിധികളൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോ ഈ വധം ഒരു മനുഷ്യന്റെ പ്രാണൻ കളയുന്ന തരത്തിലേക്കുള്ള ശിക്ഷ കഠിനമാണ്. അപ്പൊ ഇന്ന് ആധുനികമായ മനുഷ്യാവകാശ ചിന്തകളൊക്കെ വധശിക്ഷയ്ക്ക് എതിർപ്പാണ്. എന്നാൽ അപൂർവങ്ങളിൽ അപൂർവം, റെയറസ്റ്റ് ഓഫ് റെയർ എന്ന കേസിലാണ് ഇന്ത്യയിൽ ഒരാൾക്ക് വധശിക്ഷ വിധിക്കുന്നത്. റെയറസ്റ്റ് ഓഫ് റെയർ. ഇനി ആ വിധി നടപ്പിലാക്കുന്ന മജിസ്ട്രേറ്റിന്റെ അടുത്ത്, ജഡ്ജിയുടെ അടുത്ത് ചോദിക്കുകയാണ്, സർ എന്താണ് ഈ അപൂർവങ്ങളിൽ അപൂർവം, റെയറസ്റ്റ് ഓഫ് റെയർ? അദ്ദേഹത്തിനും അത് അറിയില്ല, അങ്ങനൊന്നും എഴുതി വെച്ചിട്ടില്ല. എന്താണ് ഈ അപൂർവങ്ങളിൽ അപൂർവം? അത് അദ്ദേഹത്തിന്റെ ഒരു കണ്ടെത്തലാണ്. ഇത് അപൂർവങ്ങളിൽ. ഒരു സെഷൻസ് ജഡ്ജിക്കാണ് നമ്മുടെ നാട്ടിൽ വധശിക്ഷ വിധിക്കാൻ അധികാരം. അപ്പൊ സെഷൻസ് ജഡ്ജി ഇത് കണ്ടെത്തുന്നു, ക്രിമിനൽ കേസാണ്, അത് കണ്ടെത്തി ഒരു വിധി പറയുന്നു, ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ്, അതുകൊണ്ട് വധശിക്ഷ കൊടുക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുകയാണ്. 302 മുതൽ മുകളിലേക്കുള്ള ഈ ഇന്ത്യൻ പീനൽ കോഡിലെ നിയമങ്ങളാണ് വധവുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷകൾ നിർദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ ശിക്ഷയുടെ കാഠിന്യം, അതിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആകുന്ന തൂക്കിൽ കൊല വരെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ തൂക്കിൽ കൊല്ലാൻ ഒരു രോഗിക്ക്, ഒരു ആളിനുണ്ടാകേണ്ട തെറ്റിന്റെ കനം അതെല്ലാം വിശദീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ ചിലപ്പോൾ മരണം ഒരു അനുഗ്രഹമാവും. ക്രൂരമായ പീഡകളിലൂടെ കടന്നു പോകുന്ന, രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു മനുഷ്യന് മരണം അനുഗ്രഹമായി തോന്നും. നമ്മളെ പറയില്ലേ, അങ്ങനെ കിടക്കുന്നില്ല, നല്ലത് ആൾ മരിക്കുന്നതാണ്. ഇവിടെ ഒരു കാര്യം കൂടി മരണത്തെ പറ്റി ഒന്ന് സൂചിപ്പിക്കാം. ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചിലരോട് പിരിയാൻ പാടാണ്, ഭയങ്കര പാടാണ്. അതൊരു സത്യമാണ്, പറയാതെ തരമില്ല. എന്നാൽ ഒരു പ്രതിഭാസം നമ്മൾ കർത്താവിന്റെ പ്രവൃത്തിയിൽ കണ്ടിട്ടുണ്ട്. ഈ ആളുകൾ അവസാന ഘട്ടമൊക്കെ എത്തുമ്പോഴേക്ക് രോഗിയായി മാറുന്ന ഒരവസ്ഥ. ആ രോഗം മൂർച്ഛിച്ചിട്ട് അവരുടെ ദിനകൃത്യങ്ങൾ സ്വയം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. നമ്മുടെ ഹെൽപ്പ് അവർക്ക് വേണം, പരസഹായം വേണം. അമേരിക്കയിലും UK യിലും ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവരെ കരുതാൻ ചില ഇടങ്ങളുണ്ട്.
കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ അത് ആ രൂപത്തിലേക്കുള്ള ചിന്ത വന്നിട്ടില്ല. വീട്ടിൽ തന്നെ അവരെ നമ്മൾ ടേക്ക് കെയർ ചെയ്യാണ്. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ശുചിത്വ ബോധമുള്ള അപ്പൻ അല്ലെങ്കിൽ അമ്മ ഭയങ്കര ശുചിത്വമുള്ള ആളായിരുന്നു. പക്ഷെ ഇപ്പൊ അതിനൊന്നും അവർക്ക് ത്രാണിയില്ല. ദിനകൃത്യങ്ങൾ ചെയ്യുന്ന ഇടത്തല്ല ആ റൂമിൽ വല്ലാത്ത അസഹനീയമായ ഗന്ധം കെട്ടി നിൽക്കുന്നു. അവരതിനോട് കാലക്രമേണ പൊരുത്തപ്പെടുന്നു. പാസ്റ്റർമാരോ അച്ഛന്മാരോ ഒക്കെ ഒന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അല്ലെ അതിഥികൾ വരുമ്പോൾ പെട്ടെന്ന് അവിടെ ശുചിയാക്കേണ്ടി വരുന്നു. അവരെ കുഴപ്പമില്ല. അതിന്റെ കാരണം നിരന്തരമായി പ്രക്രിയയിലൂടെ അവർ ആ പരിസരത്തോട് വല്ലാതെ പൊരുത്തപ്പെട്ടിരിക്കുന്നു, ആ പരിസ്ഥിതിയോട്. അപ്പോ ഈ പരിസ്ഥിതിയോട് ഇങ്ങനെ പൊരുത്തപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് ഈ കിടപ്പിനേക്കാൾ നല്ലത് അമ്മ മരിക്കുന്നതായിരുന്നു, അപ്പൻ മരിക്കുന്നതാണ് നല്ലതെന്ന് നമ്മുടെ മനസ്സ് ആക്കിയെടുക്കുകയാണ്. ഇല്ല എങ്കിൽ നമ്മുടെ ദുഃഖത്തിന്റെ ആഘാതം വലുതായിരിക്കും. അങ്ങനെ ക്രമേണ നമ്മൾ അമ്മ മരിക്കാം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂടെ നമ്മൾ എത്തുന്നു. അമ്മയുടെ മരണം നമുക്ക് ദുഃഖകരമാണ്, അപ്പന്റെ മരണം ദുഃഖകരമാണ്, ആ വേണ്ടപ്പെട്ട മനുഷ്യന്റെ മരണം ദുഃഖകരമാണ്. ആ ദുഃഖകരമായ കാലാവസ്ഥയിൽ നമ്മൾ ഒരു ഘട്ടത്തിൽ ഇയാൾ അനുഭവിക്കുന്ന വേദനയുടെ ആക്കം അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന അസഹനീയതയുടെ ആക്കത്തിൽ സ്വയം ധരിക്കുന്നു അവരൊന്ന് വിട്ടുപിരിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ ഒരർത്ഥത്തിൽ ആ മരണം നമുക്ക് ആശ്വാസമായി ഭവിക്കുന്നു. ആ മരണത്തിന് ആശ്വാസത്തിന്റെ ഒരു തലമുണ്ട്. ഇത് അനുഭവിച്ച കുറേ മനുഷ്യരുണ്ട്. സാധു കൊച്ചുഞ്ഞൂദേശൊക്കെ ഇത് അനുഭവിച്ചാണ് ഇഹലോകം വിട്ട് കടന്നുപോയത്. അത്ര സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന കുറേ മനുഷ്യര്, ചില മാനസിക സമ്മർദ്ദങ്ങളിലൂടെ പോയിട്ട് നാവിലൂടെ എന്തെങ്കിലുമൊക്കെ പറയുന്ന മനുഷ്യര്, അവരെയും പരിഹസിക്കാൻ പാടില്ല. ചില ആളുകൾ അങ്ങനെ ഇപ്പോ വെളിവില്ലാതൊക്കെ കിടക്കുന്ന ആ മനുഷ്യനെ പറ്റി പറയാറുണ്ട്, എന്തെല്ലാം പറഞ്ഞാണ് അയാൾ മരിക്കുന്നത്. അതിന് അർത്ഥമൊന്നുമില്ല. ചിലപ്പോൾ നമ്മളും ഇങ്ങനെ ആകും പറയുക. നമ്മൾ ഇങ്ങനെ ആയില്ല എന്ന് എന്ത് ഗ്യാരണ്ടി, എന്തുറപ്പിലാണ് സംസാരിക്കുന്നത്. അപ്പോ മുമ്പേ പോകുന്ന ആ മനുഷ്യന്റെ കിടപ്പ് കണ്ടിട്ട് എനിക്കങ്ങനെ ആവില്ല എന്ന് ധൈര്യപ്പെടാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? ഇതൊന്നും പറയാനാവില്ല. ഒറ്റ വാക്കിൽ പറയാം, ഈ ദ്രവീകരണം, നശീകരണം അത് ഭയജനകമാണ്. അത് മരണം ഒടുക്കത്തെ ശത്രുവാണ്. സകല ജീവജാലങ്ങളും മരണഭയത്തിൽ കഴിയുമ്പോൾ വചനം പറയാണ്, എന്നാൽ ഇവിടെ സൃഷ്ടി എന്ത് ചെയ്യുന്നു? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സകല ജീവജാലങ്ങളും ഒരു വെളിപ്പാടിനെ കാത്തിരിക്കുന്നു. എന്ത് വെളിപ്പാടിനെ? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആരാ ഈ ദൈവപുത്രന്മാർ? ദൈവത്തിന്റെ പുത്രന്മാർ എന്നിവിടെ പറയുമ്പോൾ നമ്മൾ തന്നെയാണ്. കാരണം ദൈവത്തിന്റെ മക്കള് രൂപാന്തര ശരീരികളായി മാറണം എന്ന ആ ദൈവനിശ്ചയത്തെ കാത്ത് ഇതര സൃഷ്ടികളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ചിലതരം വിഷയങ്ങളിൽ നമുക്ക് ആകാംക്ഷ വരും. ഇപ്പോ സോഷ്യൽ മീഡിയ പരക്കുന്ന ഒരു വാർത്തയാണ്, ഒരു മനുഷ്യന്റെ ചിന്തയ്ക്കനുസൃതമായി കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങത്തക്ക വിധമുള്ള ഒരു മൈക്രോ ചിപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ സാധ്യതകളെ പറ്റി നമുക്ക് ആശങ്കകളും ആകുലതകളും ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ കാത്തിരിക്കും എന്താണ് സംഭവിച്ചത്. അപ്പൊ രാഷ്ട്രീയം തീരെ താല്പര്യമില്ലാത്ത മനുഷ്യരും ഇലക്ഷൻ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. അവരതിൽ ശ്രദ്ധ കൊടുക്കുന്നു. ആരാണെന്ന് അറിയാനുള്ള ഒരാഗ്രഹം, എന്താണ് സംഭവിക്കുന്നത് അറിയാനുള്ള ഒരാഗ്രഹം. അപ്പൊ ഈ ഒരാഗ്രഹത്തിന്റെ വ്യഗ്രത, ആ വ്യഗ്രതയിൽ നമ്മുടെ അന്വേഷണം ക്ലൈമാക്സിലേക്ക് എത്തുക. അപ്പോൾ ആകാംക്ഷ വർദ്ധിക്കുകയാണ്. എന്നതുപോലെ സൃഷ്ടി മുഴുവൻ ദൈവപുത്രന്മാരുടെ റെവലേഷൻസ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനെ കാത്തിരിക്കുന്നതാണ് ശരിക്കും കിടക്കുന്നത്. അവരുടെ കാരണം നമ്മളും ആകേണ്ട വിധത്തിൽ ആകത്തക്ക വിധം നമുക്കും ഒരു വീണ്ടെടുപ്പിൻ പ്രക്രിയ വച്ചിരിക്കും. നമ്മുടെ ശരീരത്തിനൊരു വീണ്ടെടുപ്പിന് പ്രക്രിയ. അതാണ് പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അപ്പൊ ഈ ബോഡി ഒരു മീഡിയയാണ്, കഷ്ടങ്ങൾ കൂടി കടന്നു പോകാൻ പാകത്തിനുള്ള ഒരു മീഡിയയാണ്. ചിലപ്പോഴൊക്കെ നമ്മോട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കൊച്ചു കുട്ടികൾ അവര് രോഗത്തിലൂടെ കടന്നു പോവുകയാണ്, ഈ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു, ആ കുഞ്ഞിനെ ഇങ്ങനിട്ട് പീഡിപ്പിക്കാവോ എന്ന ഒരു കാര്യം ഓർക്കേണ്ടത്. ഇത് നമുക്കൊരു വേദനയായി തോന്നുന്നു എന്നൊരു സത്യമാണ്. അത് ദൈവപക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇത് ഗുരുതരമല്ല. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുകയിലെ ഒരു ചെറിയ കാര്യമാണ്. ജീവിതം മരണം കൊണ്ട് തീരുന്നു എന്ന സങ്കല്പത്തിലാണ് കുട്ടിയാണെങ്കിലും മുതിർന്ന ആളാണെങ്കിലും പീഡയിലൂടെ കിടക്കുന്നു എന്ന ഒരു ധാരണ വരിക. എന്നാൽ ചില ഘട്ടങ്ങളിൽ ഇത് നമ്മളെ വേദനിപ്പിക്കും. എനിക്ക് മറക്കാനാവാത്ത ഒരു സംഭവമുണ്ട്. ഒരു കൊച്ചുകുട്ടി, 9ാം ക്ലാസ്സുകാരി, അവൾക്ക് നല്ല സുന്ദരി മിടുക്കി കുട്ടി, പഠിക്കുന്ന കുഞ്ഞാണ്. അപ്പോ അവൾ നമ്മുടെ ഈ CD ഒക്കെ ഉള്ള സമയമാണ്. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ശക്തമല്ല. അവൾ ക്യാൻസർ ബാധിതയായി, ബോൺ ക്യാൻസറാണ്. അവൾ നമ്മുടെയൊക്കെ വീഡിയോ ഇട്ട് കാണാൻ തുടങ്ങി. അങ്ങനെ കണ്ട് ആരോടൊക്കെ ബന്ധപ്പെട്ട് എന്നെ ഒന്ന് കാണണമെന്നായി. ഞാൻ ചെന്നു കണ്ടപ്പോ അവൾ ഇങ്ങനെ ഒരു കാല് ഒക്കെ നഷ്ടപ്പെട്ട് വടി കുത്തി നിൽക്കുകയാണ്. അപ്പൊ എന്നോടൊരു ആഗ്രഹം പറഞ്ഞു, അങ്കിൾ എനിക്ക് സ്നാനപ്പെടണം,
അതിനെന്താ അങ്കിൾ എന്നെ സ്നാനപ്പെടുത്താൻ ഞാൻ തയ്യാറായി. പക്ഷെ ഒരു കാര്യം, ഈ കുട്ടിയെ സ്നാനപ്പെടുത്താൻ ഈ വടി കുത്തി വെള്ളത്തിൽ നിന്നിട്ട് ഈ വടി രണ്ടും എടുത്തു മാറ്റിയിട്ട് അവളെ മുക്കാൻ എനിക്ക് സാധിക്കില്ല. എനിക്ക് അതിനുള്ള ആരോഗ്യമില്ല. ആരോഗ്യമുള്ള ഒരാൾക്കും സാധിക്കില്ല. ഞാൻ മുക്കുകയും വേണം. അപ്പോ ജീവിതത്തിൽ വളരെ ചിന്താർഹമായ ഒരു സ്നാനം അവിടെ നടന്നു. ആ സ്നാനത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കുറെ ആളുകൾ ഇത് കാണാനായിട്ട് പോകും. ഈ കാണാനായി വന്ന ആളുകളെ ഞാൻ 2 ഭാഗങ്ങളാക്കി തിരിച്ചു. ആ കരയ്ക്ക് വെച്ച് തന്നെ സ്നാനപ്പെട്ടവരെല്ലാം ഇനി വരാൻ പറഞ്ഞു, അടുത്ത് വരാൻ പറഞ്ഞു. അവരൊരു ഭാഗത്തുണ്ട്, നമ്മുടെ ബാക്കിൽ നിർത്തി. അപ്പൊ എന്റെ മുമ്പിൽ സ്നാനപ്പെടാത്തൊരു ഓഡിയൻസിനെ കിട്ടും, അതിനു വേണ്ടിയാണ്. അപ്പൊ സ്നാനപ്പെടാത്ത ഓഡിയൻസിനെ മുമ്പിൽ നിർത്തിയിട്ട് അവളെ വെള്ളത്തിലേക്ക് ഇറക്കി. വടി കുത്തി തന്നെയാണ് ഇറക്കിയത്. അപ്പോ കൂടെ ഒരു ദേവാസനെ സഹായിയാക്കി നിർത്തി. ഇനി ഇവളെ എടുത്ത് 2 പേരും ചേർന്നെടുത്ത് വാഗ്ദത്തമൊക്കെ പറഞ്ഞ് മുക്കണം. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഈ കുഞ്ഞിവിടെ മുങ്ങുകയാണ്, ഈ സ്നാനത്തിന് തയ്യാറാവുകയാണ്. അപ്പോ അവൾക്ക് തന്നെ അവൾ ജീവിതത്തിന്റെ അന്ത്യഘട്ടത്തിലേക്ക് പ്രവേശിച്ചൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ആള് ഒരു കുഴപ്പമില്ല, കാണാൻ നല്ല മിടുക്കി, പഠിക്കാനും മിടുക്കി. അപ്പൊ മുക്കാൻ തുടങ്ങുമ്പോ ഞാൻ പറഞ്ഞു, 2 കാൽ 1 കാൽ നഷ്ടപ്പെട്ട ഈ കുഞ്ഞ് നിമജ്ജന സ്നാനമേറ്റ് ഇന്ന് യേശുവിനോട് ചേരുകയാണ്. പക്ഷെ ഒരു കാര്യം, 2 കാലുള്ള നിങ്ങൾക്ക് ഇവളുടെ സ്നാനം ഒരു ന്യായവിധിയാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ദൈവവചനം പ്രസംഗിക്കാം. എന്നിട്ട് ഒരു കുറേ നേരം വചനം പ്രസംഗിച്ചിട്ട്, ഇന്നല്ല ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയാൽ സ്നാനപ്പെടാൻ മനസ്സുള്ള എത്ര പേരുണ്ട് എന്ന് ചോദിച്ച് കരമുയർത്തിയപ്പോൾ ഏതാനും കുട്ടികൾ കരമുയർത്തിയവർ. അപ്പോ അവർ ചിലർ പറഞ്ഞു, ഇപ്പൊ തന്നെ മുങ്ങണം, ഞങ്ങൾക്ക് മറ്റു വസ്ത്രം കൊണ്ടൊന്നില്ലെങ്കിലും അപ്പൊ ഇതിൽ ആ കൂടെ എൻ്റെ മൂത്ത മോളുണ്ടായിരുന്നു. അവളും പറഞ്ഞു, വല്ലാത്ത വേദന ഹൃദയത്തിൽ, എനിക്കും സ്നാനപ്പെടണം. ഞങ്ങൾ പിറ്റേന്ന് അവർക്ക് വേണ്ടിയും സ്നാനം ഒരുക്കി. അപ്പൊ ഈ കുട്ടി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു. അത് ഞാൻ വിദേശത്തായിരിക്കുന്ന ഒരു സമയത്താണ് അവൾ മരിക്കുന്നത്. പക്ഷെ ഞാൻ അന്ന് എത്തി നാട്ടിൽ. വളരെ പെട്ടെന്ന് ഓടി, വീട്ടിൽ ചെല്ലുന്നതിനേക്കാൾ വേഗത്തിൽ ഓടി എനിക്ക് വേണ്ടി അവർ താമസിപ്പിച്ചു. ശവസംസ്കാരത്തിലും പങ്കെടുത്തു. എന്തിനാണ് പറഞ്ഞത്? ചില തരം മരണങ്ങൾ നമുക്ക് ഭീതിജനകമായി തോന്നിയാലും ആ കുട്ടിയുടെ ഉള്ളില് നമ്മൾ കാണുന്നത്ര ഗൗരവമില്ല അതിന്. നമുക്കത് അസഹനീയമാണ്. കുഞ്ഞല്ലേ, നമ്മുടെ മക്കളാണെങ്കിലും മറ്റൊരാളുടെ മക്കളാണെങ്കിലും അത് ഭീകരമാണ് നമുക്ക്. എന്നാൽ ഇവിടെ ഒരു കാര്യം കാണാം, ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന ഒരു ചോദ്യം ഉരുത്തിരിയുമ്പോൾ നമുക്ക് ഉത്തരമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു കാരണം പറയാനുണ്ട്. സൃഷ്ടി ഇങ്ങനെ പാപഹേതുവാണ്. പാപസംബന്ധിയായ ഒരു ശരീരത്തിലാണ് സൃഷ്ടി മുഴുവൻ കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് തന്നെ ഇതിനോട് പതുക്കെ വെറുത്തു വരുന്നു. നാം നമ്മുടെ ശരീരത്തെ വെറുത്തു തുടങ്ങുന്ന ഒരു ഘട്ടമുണ്ട്. നമ്മുടെ ശരീരം നമ്മുടെ ആജ്ഞയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാത്തൊരു ഘട്ടമുണ്ട്, പ്രതികരിക്കാത്ത ഒരു ഘട്ടമുണ്ട്. നമ്മൾ നന്നായി സൂക്ഷിച്ച ആ ശരീരത്തിന് ഇന്നിപ്പോൾ പഴയ ആ കഴിവോ പ്രാപ്തിയോ ഒന്നുമില്ല. നമ്മൾ ഭൂതകാലങ്ങളെ നോക്കിയിട്ട് ആകെ കൂടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, മോനായി പാസോട് നമ്മൾ സംസാരിക്കുക, ക്ഷീണിച്ചു പോയല്ലോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങേര് പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, എന്റെ ചെറുപ്പത്തിൽ എന്നെ ഒന്ന് കാണണമായിരുന്നു. നമ്മൾക്കൊന്നും പറ്റുന്ന കാര്യമല്ല. എങ്ങനെ പോയി ചെറുപ്പത്തിൽ കാണും? വേറെ വഴി നമുക്കില്ല. അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ തലയൊക്കെ നരച്ചു തുടങ്ങി. ആ പ്രായം പതുക്കെ പതുക്കെ സ്വാധീനിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ പറയാണ്, തലയൊക്കെ നരച്ചല്ലോ എന്ന് ചോദിക്കുമ്പോ അദ്ദേഹത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ, എന്റെ ചെറുപ്പത്തിൽ എന്നെ ഒന്ന് കാണണമായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നാം നമ്മുടെ ശരീരത്തെ പതുക്കെ വെറുത്തു തുടങ്ങി, നരയ്ക്കുന്നതിനെ വെറുത്തു തുടങ്ങി, കണ്ണിന്റെ കാഴ്ച കുറയുന്നതിനെ വെറുത്തു തുടങ്ങി, കാലിന്റെ പ്രവർത്തനങ്ങളെ വെറുത്തു തുടങ്ങി. അങ്ങനെ സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിലാണ് കടന്നു പോകുന്നത്. അപ്പൊ ദ്രവത്വം എന്നാലും കട്ടിക്കൂടി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കൊരു വീണ്ടെടുപ്പുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ലോകമനുഷ്യൻ അറിയില്ല. പക്ഷെ ഇതറിയാവുന്ന മറ്റൊരു സമൂഹത്തെ പറ്റി പറയാം, ഇതര സൃഷ്ടികൾക്കറിയാം നമുക്കൊരു വീണ്ടെടുപ്പുണ്ടെന്ന്. മനസ്സിലായില്ലേ? സിംഹത്തിനും കാളയ്ക്കൊക്കെ അറിയാവുന്നതാണ്, നമുക്ക് വീണ്ടെടുപ്പുണ്ടെന്ന് അതെനിക്കറിയാം. അത് ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നു ആ ദിവസത്തിന്. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത് ആകാംക്ഷ ഭയങ്കരം. എന്തായിരിക്കും അത് എന്ന് അത് നോക്കുന്നു. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് ജീവജാലങ്ങളുടെ മീതെ യജമാന ഭാവമാണുള്ളത്. യജമാനന്റെ ഭാവം അങ്ങനെയാണ്. ജീവജാലങ്ങളെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന അധികാരം മനുഷ്യന് തന്നെയാണ് ഇപ്പോഴും. അത് മനുഷ്യന്റെ കയ്യിൽ നിന്ന് പോകുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഒരു മനുഷ്യൻ, ഒരു മെലിഞ്ഞ മനുഷ്യൻ, തന്നേക്കാൾ എത്രയോ ഇരട്ടി വലിപ്പവും ആരോഗ്യവുമുള്ള ഒരു ആനയെ കൊണ്ടു നടക്കുന്ന കണ്ടു. അങ്ങനെയാണ്. ആന ഇതുപോലെ മനുഷ്യനെ കൊണ്ടു നടക്കുന്നില്ല, മറിച്ച് ആനയെ അയാൾ കൊണ്ടു നടക്കുകയാണ്. തോട്ടിയും പിടിച്ച ഫ്രണ്ടിൽ പോവാണ്. ഏതൊക്കെയോ ടെക്നിക്കിലൂടെ അദ്ദേഹം അതിനെ കീഴടക്കി. ആശയപരമായി അത് എങ്ങനെയാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും. അദ്ദേഹം അതിനെ തൻ്റെ കാൽ കീഴാക്കി, അധികാരത്തിന്റെ കീഴിലാക്കി കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇത് മനുഷ്യന് കിട്ടിയ കഴിവാണ്. പക്ഷെ ഒരു ദിവസം നമുക്ക് വീണ്ടെടുപ്പുണ്ടെങ്കിൽ വീണ്ടും സർവാധികാരിയായി സകല പ്രപഞ്ചത്തിന്റെയും മീതെ വാഴുന്ന ഒരു അനുഭവം.
ഇത് ചിലപ്പോഴൊക്കെ നമുക്ക് ദൈവം തരാറുണ്ട് ഈ കഴിവ്. തീച്ചൂളയിൽ കിടക്കുന്ന ഘട്ടത്തിൽ ഈ തീ വെന്തു പോകാതെ സൂക്ഷിക്കപ്പെടുന്നത് സൃഷ്ടിക്ക് മീതെയുള്ള നമ്മുടെ അധികാരത്തിന്റെ ചിലതരം ഉപയോഗപ്പെടുത്തലാണ്. വെള്ളത്തിന് മീതെ യേശു നടക്കുമ്പോൾ അവൻ കാണിച്ചു തരുന്നത് നമുക്ക് വീണ്ടെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളും ദാ ഇങ്ങനെ ആയിരിക്കുമെന്നാണ്. വീണ്ടെടുക്കപ്പെട്ട ആ ശരീരത്തെ വിഴുങ്ങാൻ, അതിനെ താഴേക്കാക്കാൻ വെള്ളത്തിന് കഴിയില്ല. അതാണ് കാരണം. അനിവാര്യ ഘട്ടത്തിൽ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമെങ്കിലും അനിവാര്യ ഘട്ടത്തിൽ ഇതിന്റെ മീതെ നടക്കാനും നമുക്ക് സാധിക്കുന്ന വിധത്തിൽ വീണ്ടെടുക്കപ്പെട്ട ശരീരത്തിന്റെ അനന്ത സാധ്യതകളാണ്. ഇത് ഇതര സൃഷ്ടികൾ ആകാംക്ഷഭരിതരായി നോക്കുകയാണ്. ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ ആ പ്രൊഡക്റ്റീവായ ചില ഉൽപ്പന്നങ്ങൾ ഉണ്ടായി വരുന്നു. അനിവാര്യതയുടെ മുമ്പിലാണ്. അതെപ്പോഴും ഓർക്കണം. നമ്മൾ ഈ മാജിക്ക് ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യാൻ ദൈവം അനുവദിക്കാറില്ല. അതുകൊണ്ടാണ് ചില ആളുകൾ ചോദിക്കുന്നത്, ഈ രോഗശാന്തി സ്റ്റേജിൽ വന്നൊന്ന് ചെയ്യാമോ? ഇങ്ങനെ ചോദിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഞാൻ കുറെ രോഗിയെ കൊണ്ടുവരാം, രോഗശാന്തി ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോ ഞാന് ഇപ്പൊ ഈ ഇങ്ങനെ പറയുന്ന കക്ഷികള് ഈ രോഗശാന്തി വരമെന്ന നിലയിൽ ഇല്ലെന്നേ പറയാറുള്ളൂ. പ്രാർത്ഥനയ്ക്ക് മറുപടിയായി രോഗശാന്തി ഉണ്ടെന്നാണ് അവരുടെ വാദം. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് ചെയ്തുകൂടെ? ഞങ്ങൾ വരമായിട്ട് ചെയ്യുന്നില്ല, അപ്പൊ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് ചെയ്യാമല്ലോ. പ്രാർത്ഥിച്ചാൽ നടക്കുമെന്നാണല്ലോ പറയുന്നത്. ഒരു രോഗിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? ആ രോഗി സൗഖ്യം പ്രാപിക്കാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി. ആ രോഗം സൗഖ്യമാകാതെ വരുമ്പോൾ നിങ്ങൾ ആ വരം നിങ്ങളിൽ വർക്കൗട്ട് ആകുന്നില്ലെന്നാണ്. അതാണോ അതിന്റെ അർത്ഥം? ദൈവത്തിന് ഇതിനെല്ലാം ഹിതമുണ്ട്. മാജിക്ക് പോലെ ചെയ്യാൻ പറ്റിയ കാര്യമല്ല. അത് വരമെന്ന് പറഞ്ഞാൽ ആളുകൾ ധരിച്ചിരിക്കുന്നത് പെട്ടെന്ന് നമ്മുടെ ഇഷ്ടത്തിന് എന്തൊക്കെയോ പ്രവർത്തിക്കാവുന്നതാണ്. അങ്ങനെയല്ല. ആ വരമെന്നുള്ളത് ദൈവികം പ്രവർത്തിക്കാൻ ദൈവത്തിന്റെ സമയത്ത് നമ്മിലൂടെയുള്ള ദൈവിക ഇടപെടലാണ്. അതിന് ചില മനുഷ്യരെ മുഖാന്തിരമാക്കി ദൈവം മാറ്റുന്നു എന്നുള്ളതാണ് കാണേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെ സൃഷ്ടി മുഴുവൻ ഇങ്ങനെ ഞരങ്ങിക്കൊണ്ട് കാത്തിരിക്കുന്നു. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കാത്തിരിക്കുന്നു. ഇനി പറയാണ്, അത് എന്തിനാണ് സൃഷ്ടി ദൈവത്തിന്റെ ദ്രവ്യത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇന്ന് സൃഷ്ടി നശീകരണത്തിന്, വ്യർത്ഥതയ്ക്ക്, വാനിറ്റി എന്ന് ഇംഗ്ലീഷിൽ കാണും, അതിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ദൈവമക്കളുടെ ആ തേജസ്കരണം അവയെ സംബന്ധിച്ചിടത്തോളം അവയ്ക്കും ആഹ്ലാദജനകമാണ്. നമുക്കിതിന് അനുബന്ധമായിട്ടുള്ള ഒരു വെളിപ്പാട് പുസ്തകത്തിലെ വാക്യം കൂടി വായിക്കാം. വെളിപ്പാട് 4:13 വായിച്ചാൽ സൃഷ്ടിജാലങ്ങളെല്ലാം ഒരു വീണ്ടെടുപ്പിലേക്ക് പോകുന്ന ഒരു കാഴ്ച കാണാം. വെളിപ്പാട് 4:13. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. നമുക്ക് മാത്രമല്ല വീണ്ടെടുപ്പും, സകല ജീവജാലങ്ങൾക്കും വീണ്ടെടുപ്പ് വെച്ചിരിക്കുക. ആ സൃഷ്ടി മുഴുവൻ ഒരിക്കൽ കുഞ്ഞാടിനും ദൈവത്തിനും മഹത്വം ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. സമുദ്രവും അതിലുള്ളതൊക്കെയും എന്ന് പറയുക. അതുപോലെ സ്വർഗത്തിൽ, സമുദ്രത്തിൽ, ഭൂമിയിലുള്ളതൊക്കെയും ആ സൃഷ്ടാവിന് മഹത്വം കൊടുക്കും. ആ സൃഷ്ടാവിന് മഹത്വം കൊടുക്കുമ്പോൾ ഇത് സൃഷ്ടിയും സൃഷ്ടാവും തന്നെയാണ്. അങ്ങനെ തന്നെ കാണും. നമ്മളെ പക്ഷെ ആ ഗണത്തിലല്ല പെടുത്തുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞു, അവിടെ ഒരു കൂട്ടർ മാറി നിൽക്കുകയാണ്. ഇതിൽ പെടാത്തൊരു കൂട്ടരുണ്ട്, അത് നമ്മൾ തന്നെയാണ്. എന്താണ് നമുക്കവിടെ കിട്ടുന്നത്? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ എന്നാ പറയുന്നത്. ബാക്കി ആളുകൾക്ക് ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവാണെങ്കിൽ തേജസ് പ്രാപിക്കുക, അനുഭവം പറയാം. ഇപ്പോ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരാൾക്ക് വേണ്ടത് സൗഖ്യമാണ്. ആ സൗഖ്യം കിട്ടിയാൽ നമ്മൾ എന്താ പറയുന്നത്? ആളിനെ കണ്ടിട്ട് ഒത്തിരി മാറ്റം ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതിനേക്കാൾ മാറ്റം ഉണ്ടല്ലോ, നന്നായി ഡെവലപ്പായല്ലോ, ഒരു കുഴപ്പമില്ല, അങ്ങനെ പറയുന്നത്. വിവരമുള്ളവന്റെ കാര്യമാണ് പറയുന്നത്. ചില ആളിൽ ഈ ഹോസ്പിറ്റലിൽ പോയി അന്ന് അവനെ കൊന്നേച്ചു വരും. കുറെ കൂടെ പറഞ്ഞ് നമ്മുടെ വാക്ക് 1 കിലോ ഓറഞ്ചും കൊണ്ടുപോയി അവനെ അന്ന് തന്നെ അറ്റാക്ക് വരുത്തുന്ന മാന്യന്മാരും നമ്മളോടുണ്ട് അല്ലേ? അയ്യോ സൂക്ഷിക്കണം, ഇത് ഭയങ്കരമാണ് കേട്ടോ, അയ്യോ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ ക്ലാസ് ഒന്നും വേണ്ടെന്ന് വല്ല ആശ്വാസ വചനമൊക്കെ പറയേണ്ടതിന് പകരം നമ്മൾ അവനെ മരുന്ന് കഴിപ്പിക്കുക, വഴക്ക് പറയുക. ഇത് നമുക്കൊക്കെ വന്നു നോക്കണം. നമ്മൾ ഇതൊന്നും കഴിക്കുന്നൊന്നുമില്ല സമയത്ത്. ഇത് മനുഷ്യന്റെ ഒരു പ്രവണതയാണ്. അതിന് ഈ വഴക്ക് പറയാൻ വേണ്ടി നമ്മൾ ഓറഞ്ചും ആപ്പിളുമായിട്ട് അങ്ങോട്ട് പോകണ്ട. അയാൾ എങ്ങനെയൊക്കെ ജീവിച്ചു. ഇങ്ങനെ കാണാൻ പോകുന്ന ആള് ഈ ചെല്ല് കണ്ട് മനുഷ്യന് നല്ല ആശ്വാസമാണ് പറയുന്നത്. ക്രിസ്തുയേശുവിലെ ആശ്വാസം പറയുന്നത്, അല്ല സൈക്കോളജിക്കൽ ആശ്വാസം പറയണമെന്നും കാര്യമില്ല. അതൊക്കെ ചുമ്മാ ഫേക്ക് പരിപാടിയാണ്. കർത്താവ് നൽകുന്ന പ്രവൃത്തിയെ പറ്റി അങ്ങ് പറയണം. ഒന്നും തീർന്നില്ല ബ്രദറെ. ദൈവത്തിന് ഇനിയും നമ്മൾ ഉപയോഗിക്കാനായിട്ടൊക്കെ പറ്റുമെന്ന്. ഇനിയും എന്ത് വന്നാലും പ്രശ്നമില്ല. ഫേമായിട്ട് അങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞു കഴിയുമ്പോൾ അന്തരീക്ഷം മാറും. അത് അവരിൽ ആ ചൈതന്യം വരും. അവിടെ വാക്കുകൾ അവരിൽ ഊർജം പകരണം. അപ്പോഴേ ഈ മനുഷ്യനും ഇനി എന്ത് ആണെങ്കിലും ഒരു മനുഷ്യനെന്ന നിലയിൽ കാണാൻ പറ്റുന്നത് ഒരിക്കലും അദ്ദേഹത്തിന് പണ്ടത്തെ സ്വസ്ഥതയിലേക്ക് എത്താൻ കഴിയില്ലെന്നുള്ളത്. പണ്ടത്തെ അപ്പൊ നമുക്ക് ചെറിയൊരു വിടുതൽ കിട്ടിയാൽ മതി, സന്തോഷം. എന്നാൽ
പഴയ രൂപത്തിലേക്ക് മനുഷ്യൻ പലപ്പോഴും മാരക രോഗങ്ങളിൽ നിന്ന് തിരിച്ചു പോകാറില്ല, ആ അവസ്ഥയിലേക്ക് ചെല്ലാറില്ല. പക്ഷേ അത്രയും ഒക്കെ നമുക്ക് ആനന്ദം. അങ്ങനെയല്ലേ? അങ്ങനെ ചില കുട്ടികൾക്കൊക്കെ പ്രശ്നം വരുമ്പോൾ ചെറിയ കംപ്ലൈന്റേ ഉള്ളൂ, സാരമില്ല, ജീവനോടെ കിട്ടിയല്ലോ എന്ന് നമ്മൾ പറയും. എന്നാലേ ഈ കുട്ടി അല്ലെങ്കിൽ ഇങ്ങനെ വന്ന ഒരാള് ഇരട്ടി ബലവും തേജസ്സും ശക്തിയും ചൈതന്യവും ഒക്കെ പ്രാപിച്ചവനായി നമ്മുടെ മുമ്പിൽ കണ്ടാൽ അത് മിറക്കിളാണ്, അതാണ് അത്ഭുതം. എന്നാൽ തൻ്റെ മക്കളാകുന്ന ദൈവത്തിന്റെ മക്കൾക്ക് നിത്യതയിൽ കിട്ടുന്നത് കേവലം ഒരു റെസ്റ്റോറേഷൻ ഇല്ല, അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങൾക്ക് കിട്ടിയതുപോലെ പഴയ അവസ്ഥാവിശേഷത്തിലേക്കുള്ള പുനഃസ്ഥാപിക്കലല്ല. എങ്കിൽ വീണ്ടെടുപ്പിന് ഇത്ര അർത്ഥത്തിൽ ചുരുക്കാം. ആദമിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ നിത്യതയിൽ തിരികെ ചേരുകയല്ല, അവിടെ കൊണ്ട് തീരില്ല ഒരിക്കലും. വീണ്ടെടുപ്പ് എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ അർത്ഥം അതാണല്ലോ. കാരണം എന്താ? ആദം പാപം ചെയ്തു, ക്രിസ്തുയേശു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടപ്പോൾ നമ്മുടെ പാപം പരിഹരിച്ചു, വിശ്വാസത്താൽ നാം അവനെ സ്വീകരിച്ചപ്പോൾ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ പഴയ സ്ഥാനത്തെയല്ല, അവിടെ വരെ ചെന്നാൽ മതി. ഇതാ യഹോവ സാക്ഷികളൊക്കെ പഠിപ്പിക്കുന്നത്. ഭൂമിയിലാണ് നമ്മുടെ വാസം, എന്നേക്കും നമ്മൾ ഭൂമിയിൽ വസിക്കും. ഓക്കെ, അത് തത്വത്തിൽ ശരിയാണ്. എന്നാൽ നമ്മൾ പറയുന്നത് അവിടെ കൊണ്ട് തീരുന്നില്ല. ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളെ എൻ്റെ അരികിൽ ചേർക്കേണ്ടതിന്, പിതാവിന്റെ മഹിമയുടെ വലത്തുഭാഗത്ത് ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളെ എൻ്റെ അരികിൽ ചേർക്കും. അത് ഏതെങ്കിലും ജീവിതമല്ല. അപ്പോ നമുക്ക് കേവലമായ റെസ്റ്റോറേഷൻ, കേവലമായ പഴയ അവസ്ഥയിലെ പുനഃസ്ഥാപനത്തിനപ്പുറത്ത് ഒരു തേജസ് നമ്മളെ കാത്തിരിക്കും, ഒരു ഗ്ലോറിഫിക്കേഷൻ കാത്തിരിക്കും. അപ്പൊ മാനിഫെസ്റ്റേഷൻ മാത്രമല്ല, അത് ഗ്ലോറിഫിക്കേഷനിലേക്ക്, മഹത്വവൽക്കരണത്തിലേക്ക് നമ്മൾ ഉയർത്തുന്നു. അപ്പൊ നമ്മൾ വേറിട്ട ഒരു കമ്മ്യൂണിറ്റിയാണ്, വേറിട്ട ഒരു സമൂഹമാണ്. അപ്പൊ നമ്മള് ഇങ്ങനെ പറഞ്ഞ് മറ്റുള്ള മനുഷ്യരെ ചെറുതായി കാണുകയല്ലേ, അങ്ങനെയൊക്കെയാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത്. നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മറ്റുള്ള മനുഷ്യർക്ക് എല്ലാം മോശം, നമ്മൾ മാത്രം ശ്രേഷ്ഠത. അങ്ങനെയല്ല. ഏത് മനുഷ്യനും അച്ചീവ് ചെയ്യാവുന്ന ഒരു പ്രിവിലേജിനെ കുറിച്ചാണ് പറയുന്നത്. ഏതൊരാൾക്കും ഈ പ്രിവിലേജിലേക്ക് വരാം. ഐ സെഡ് പ്രിവിലേജ്, ഉറപ്പ് കേസാണ്. ആ പ്രിവിലേജിലേക്ക് വരാനുള്ള ആഹ്വാനമാണ് സുവിശേഷകർ. ഓരോ പ്രസംഗവും മറ്റുള്ളവരെ ആ പ്രിവിലേജിൽ എത്തിക്കുക, തേജസ്കരണത്തിന്റെ, ഗ്ലോറിഫിക്കേഷന്റെ, മഹത്വവൽക്കരണത്തിന്റെ ആ തലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു. ഇനി 22-ാം വാക്യത്തിൽ സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞെരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. അപ്പൊ സൃഷ്ടിക്ക് ഒരു ഞരക്കം. ഞാനതിന് ഒരു ഉദാഹരണം, ഈ സകല ജീവജാലങ്ങൾക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരിക്കൽ കഴിവുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ധരിക്കാൻ പറ്റും. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ജീവജാലങ്ങൾക്ക് ചെറിയ രീതി കഴിയുന്നുണ്ട്. എന്നാൽ നല്ല നിലയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ആശയവിനിമയം ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം പാമ്പ് സ്ത്രീയോടെന്നാ പറയുന്നത്. പാമ്പ് സ്ത്രീയോട് അത് നല്ല വ്യാകരണമൊന്നും തെറ്റാതാ പറയുന്നത്. ദൈവം വാസ്തവമായി നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് തന്നെയാണ് ആ പെണ്ണിന്റെ അടുത്ത് ചോദിക്കുന്നത്, അല്ലേ? ഒരു തെറ്റും അവിടെ വരുന്നില്ല, കറക്റ്റ് ചോദ്യമാണ്. അപ്പൊ അത് കേവലമായി ഇപ്പം നമ്മള് വളർത്തു നായ്ക്കളെയൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അതിന് മനസ്സിലാവുന്നുണ്ട്, ഇവിടെ വാടാന്നൊക്കെ പറയും. പക്ഷെ തിരിച്ച് ആ നായ ഭക്ഷണത്തിനാണ് ശ്രമിക്കുന്നതെങ്കിൽ നമുക്കത് അതിന്റെ ആ ഗസ്റ്റർ വഴി എന്തെങ്കിലുമൊക്കെ ആംഗ്യം വഴിയോ ശബ്ദം വഴിയോ ഒക്കെ നമുക്ക് മനസ്സിലാവും, അത് വിശന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്നൊക്കെ പറയാം. എന്നാലും അതിനപ്പുറത്ത് അതിനൊരു ആഗ്രഹം പ്രകടിപ്പിക്കാൻ കഴിയും. പക്ഷെ പാമ്പ് അങ്ങനല്ല ഇവിടെ ചെയ്തത്. പാമ്പ് സ്ത്രീയോട് സംസാരിക്കും തന്നെയാണ് കാണുന്നത്. പാമ്പ് സ്ത്രീയോട് സംസാരിക്കും, ഒരു ഭാഷ ഉപയോഗിച്ചു, ഒരു ആശയവിനിമയം ചെയ്ത് സംസാരിക്കും. അപ്പൊ ഇത് പിന്നീട് ഈ പാമ്പ് സംസാരിക്കുന്നില്ല. ഈ ഏദനിലെ പാപാവസ്ഥയ്ക്ക് ശേഷം മൃഗജാലങ്ങളിൽ നിന്ന് ഈ കഴിവ് പാടെ നഷ്ടപ്പെട്ടു. സ്ത്രീ ആ പഴയ ഉന്മേഷം നഷ്ടപ്പെട്ടവളായി വേദനയോടെ മക്കളെ പ്രസവിച്ചു. മനുഷ്യൻ ഉഴന്നു ജീവിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. അപ്പൊ നമ്മൾ ചോദിക്കുക, ധനാഢ്യനായ മനുഷ്യൻ ഇത് വാദകരണം ഉണ്ടെന്ന്. അയാളും വളരെ ടെൻഷനാണ്. നമ്മൾ ഈ കാണുന്ന പോലെയല്ല. അയാളും അലഞ്ഞുഴന്നാണ് അംബാനി ജീവിക്കുന്നത്. മെന്റൽ സ്ട്രഗിൾ ഭയങ്കരമാണ്. എല്ലാവരും അങ്ങനെയാണ് ജീവിക്കുന്നത്. അതിനപ്പുറത്ത് കാര്യമൊന്നുമില്ല. ഇപ്പൊ നമ്മള് ക്ഷമിക്കണം, ഈ സ്വകാര്യ സമ്പത്ത് എന്ന് പറയും. ഇവിടെ ചില ചർച്ചകൾ നടന്നപ്പോൾ ഞാനെടുത്തൊരു നിലപാടാണ്. അപ്പൊ അദാനിക്ക് തുറമുഖം കൊടുക്കും, അല്ലെങ്കിൽ അംബാനിക്ക് ഒരു സ്ഥലം കൊടുക്കുന്നു. എന്നാ കുഴപ്പം? അയാൾ എത്ര നാൾ ജീവിക്കും? അയാളുടെ അതിനുശേഷം ആ സ്ഥലം അവിടെ കിടപ്പുണ്ട്. ആ സ്ഥലത്തിന് പുതിയ ജോലിക്കാർ വരും. ആ സ്ഥലം അയാൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ സ്വകാര്യ വ്യക്തിയുടെ കയ്യിലേക്ക് ചില സ്ഥാപനങ്ങൾ കൊടുത്താൽ ഇത് രക്ഷപ്പെടും. ഒരു നല്ല മാനേജ്മെന്റ് ഉണ്ടാവും, കുറെ തൊഴിലാളികൾക്ക് അത് ജോലിയാവും. അപ്പോ കാരണം ഇദ്ദേഹത്തിന് ഒരു ആയുസ് വെച്ചിട്ടുണ്ട് ദൈവം. ആ ആയുസ് വരെ അദ്ദേഹം നിൽക്കുള്ളൂ. അവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നമല്ല അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റില്ല. അപ്പൊ സർക്കാരിന്റെ കയ്യിലിരിക്കുന്നതിലും നല്ലതാണ് ഒരു വ്യക്തിയുടെ കയ്യിലിരിക്കുന്നത്. വ്യക്തിയുടെ കയ്യിലിരിക്കുന്നതിന് കുറെ ശ്രദ്ധ ഉണ്ടാവും. ആ ശ്രദ്ധ, ആ പരിഗണന വഴി കൂടുതൽ സാധ്യതകൾ. നമുക്കിപ്പോ ഒരു കാര്യം സാധിച്ചെടുക്കാൻ സർക്കാരിന്റെ അടുത്ത് ചെന്നാൽ 100 കടമ്പകളാണ്. പക്ഷെ സ്വകാര്യ വ്യക്തികൾക്ക് ആ പ്രശ്നങ്ങളില്ല. അവർക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കാം. ഇച്ഛാശക്തിയുള്ള ഒരു മനുഷ്യൻ വന്നാൽ മതി. അപ്പൊ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഇതുപോലെ നമുക്ക് വ്യക്തി എന്ന നിലയിൽ നാം കൈക്കൊള്ളുന്ന ആ തീരുമാനങ്ങൾ, ആ കാഴ്ചപ്പാടുകൾ, അപ്പോ ഇത് ആത്യന്തികമായിട്ട് നമ്മൾ ചിന്തിക്കുക. ഈ
ജീവജാലങ്ങളിലും ഉള്ള ആ കഴിവിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ കഴിവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു, അത് നിഷ്ക്രിയരായിരിക്കുന്നു. എല്ലാവരെയും അത് ബാധിച്ചു. ജീവജാലങ്ങളെല്ലാം ആ കഴിവ് ബാധിച്ചു. മനുഷ്യൻ ജോലിയെടുത്ത് തന്നെ ജീവിക്കേണ്ടി വരും, മനുഷ്യൻ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരും, സ്ത്രീ വേദനയോടെ മക്കളെ പ്രസവിക്കേണ്ടി വരും. സി രവിചന്ദ്രന്റെ ഒരു വീഡിയോയ്ക്കകത്ത് അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ശാപം വളർന്നാൾ നിന്നു, സ്ത്രീയെ ദൈവം ശപിച്ചു, നീയെ വേദനയോടെ മക്കളെ പ്രസവിക്കും. പക്ഷെ അതെല്ലാം കൂടെ സിസേറിയൻ കണ്ടുപിടിച്ചതോടുകൂടി ദൈവത്തിന്റെ ശാപം പോയി. യേശു ക്രൂശിൽ മരിച്ചാലും വലുതായിരുന്നു സിസേറിയൻ കണ്ടുപിടിച്ചത് എന്ന് അതൊക്കെ ഇങ്ങനെ തട്ടിവിടുകയാണ്. ഞാൻ അടുത്ത ദിവസം ഒരു വീഡിയോ ചെയ്തു. ഈ സിസേറിയന്റെ ശേഷം ഒരു സംഭവം ഉണ്ടേ, ഈ മരവിപ്പൊക്കെ പോയി കഴിയുമ്പോൾ സ്ത്രീ അനുഭവിക്കുന്ന ഒരു വേദന ഉണ്ടേ, അത് അസഹനീയമാണ്. കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കുന്നതിലും അസഹനീയമാണ്. പിന്നെ അനുഭവിക്കുന്ന വേദന കുറെ നാളാണ് നിൽക്കുന്നത്. ദൈവമാണ് കൊടുത്തതെങ്കിൽ ആ 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് ആ കഠിന വേദനയ്ക്ക് ശേഷം ഈ കുട്ടി ജനിക്കും. സിസേറിയൻ ഒരു തരം ഓപ്പറേഷൻ നടത്തി എടുത്തിട്ട് ഇതിന്റെ ഒരു വേദനയുണ്ട്, അത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുകയാണ്, പെട്ടെന്നൊന്നും തീരില്ല. അങ്ങനെ രവിചന്ദ്രന്റെ ആശയഗതികൾക്ക് വഴങ്ങാത്തൊരു അത്യുന്നതനാണ് തിരുവെഴുത്തിലുള്ളത്, അല്ലെ? ദൈവം പറഞ്ഞെങ്കിൽ ആ പറഞ്ഞ അങ്ങനെ തന്നെയാ. അപ്പൊ സിസേറിയൻ വഴി അതൊരു അവധിക്ക് വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് നേരത്തേക്ക് ആ തത്സമയത്തില്ല, അത് വീണ്ടും പുനരാരംഭിക്കുകയാണ്. എല്ലാ കാര്യത്തിലും സൂക്ഷ്മാംശങ്ങളിൽ പരതിയാൽ അങ്ങനെയാണ്. അപ്പൊ ദൈവം കൊടുത്ത വേദനയേക്കാൾ കടുത്ത വേദനയാണ് ഓപ്പറേഷൻ അനന്തരം ഉണ്ടാകുക. അപ്പൊ നമ്മൾ പറയാറില്ലേ വേദനാരഹിത ശസ്ത്രക്രിയ എന്നൊക്കെ പറയാറുണ്ട്. അതിന് വേദന ഉണ്ട് ഇല്ലെന്നാരാ പറഞ്ഞേ? അല്പം കഴിയട്ടെ വേദന ഉണ്ടോന്നറിയാം. ഈ മരവിപ്പ് മാറുന്നതോടെ വേദനയുടെ ആധിക്യം, സ്ത്രീ വലിയ പരവേശത്തിലാണ്, വലിയ ദുഃഖത്തിലാണ്. എന്നാൽ നോർമൽ ഡെലിവറി നടത്തിയ ഒരു അമ്മയെ നോക്കാം, അന്നേരം വേദന ഉണ്ടെങ്കിലും ഈ അമ്മ പിന്നെ നല്ല പ്രാപ്തിയായി തീരുകയാണ്. ഈ കുഞ്ഞിനെ താലോലിക്കാനൊക്കെ ഒരു പ്രാപ്തിയായി തീരുകയാണ്. ഇന്നൊരു മാതാവിന് ആ ഒരു അവസ്ഥ കിട്ടുന്നില്ല. ഇനി ശാസ്ത്രം മറ്റെന്തെങ്കിലും കണ്ടുപിടിച്ചേക്കാൻ നമുക്കതിൽ പരിഭവമില്ല, പറഞ്ഞെന്നുള്ളൂ. അപ്പം പുരുഷൻ ജോലിക്ക് വിധേയനായി, ആ സ്ത്രീയെ വേദനയോടെ മക്കളെ പ്രസവിക്കും. ജീവജാലങ്ങളെല്ലാം ഒരുതരം പ്രതിസന്ധിയിലേക്ക്, അവയുടെ പല കഴിവുകൾ നഷ്ടപ്പെട്ടു, മനുഷ്യന്റെയും പല കഴിവുകൾ നഷ്ടപ്പെട്ടു. അധികാരി എന്ന നിലയിൽ നിന്ന് അയാൾ തോട്ടത്തിൽ പണിക്കാരൻ എന്ന നിലയിലേക്ക് ചുരുങ്ങി. അപ്പൊ ദൈവത്തിന്റെ പ്രതിപുരുഷനായി തോട്ടം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവൻ ഇന്ന് അവിടെ ഉപജീവനത്തിന് പണിയെടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് ചുരുങ്ങി. അപ്പോ ഈ ഇതിൽ നിന്ന് വീണ്ടെടുപ്പ്. അങ്ങനെയെങ്കിൽ ജീവജാലങ്ങൾക്ക് ഈ കഴിവുണ്ടായിരുന്നു എന്നാണ് ഞാൻ സമർത്ഥിക്കുന്നത്. ഈ കഴിവ് ഇപ്പോഴും ഉണ്ട് എന്ന് കാണിക്കാനാണ് ഈ കഴുതയെ കൊണ്ട് ദൈവം ഇടയ്ക്കൊന്ന് സംസാരിപ്പിച്ച്, അതായത് സംഭാഷണത്തിനുള്ള കഴിവൊക്കെ ഉണ്ട്, ഞാൻ ദൈവം കാണിച്ചു തരാന്ന് പറഞ്ഞാണ് കഴുത സംസാരിച്ചു കണ്ടില്ലേ, ഞാൻ നിന്റെ കഴുതയല്ലയോ, ഞാൻ ഇന്നുവരെ നിന്നോട് ഇങ്ങനെ ചൂടായിട്ടില്ലല്ലോ, നീ പറഞ്ഞ പണി ചെയ്യാതിരുന്നില്ലല്ലോ എന്നൊക്കെ രാമന്റെ അടുത്ത് പറയുന്ന രംഗമുണ്ടല്ലോ. അപ്പോ പാമ്പ് സംസാരിച്ചു എങ്കിൽ കഴുത പിൽക്കാലത്ത് മനുഷ്യവാക്കായി സംസാരിച്ചുക അതിനെ കൊണ്ട്. അപ്പൊ സകല ജീവജാലങ്ങൾക്കും ഉണ്ട് അങ്ങനെ സംസാരിക്കാനുള്ള ഒരു വ്യഗ്രത. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് പറയാറുണ്ട്. ഇപ്പോഴും ഉണ്ട് ഈ ജീവജാലങ്ങൾക്ക് ഒന്ന് സംസാരിക്കണോ, പറ്റുന്നില്ല. അതാണ് പലപ്പോഴും നമ്മുടെ ഈ സ്ത്രീകള് ചെന്ന് നിൽക്കുന്ന സ്ഥലത്ത് പാമ്പ് വന്നിട്ട് അതിന്റെ നാക്കിട്ടിങ്ങനെ അടിക്കുന്ന കണ്ടോ, എന്തൊക്കെയോ അത് പറയാൻ ശ്രമിക്കുകയാണ്. പെണ്ണുങ്ങൾക്ക് അത് മനസ്സിലാകത്തോണ്ടാണ്. പെണ്ണുങ്ങൾ നമ്മളത് ധരിക്കില്ലേ, നമ്മളുടെ നാടിനാളായിട്ട് പറഞ്ഞു വന്നു. എന്താന്ന് വെച്ചാല് ഈ മുറ്റത്തൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ പാമ്പ് വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത് ഇപ്പോഴും ആ പഴയ കാര്യം ഒരിക്കൽ കൂടെ ആവർത്തിക്കാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? എന്നാ കൊണ്ട് വിശേഷം, പഴമൊക്കെ തിന്നുന്നുണ്ടോ, പഴം തിന്നിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയാൻ ശ്രമിക്കുക. പക്ഷെ ഭാഷ വരുന്നില്ല. മനസ്സിലായില്ലേ? പഴം തിന്നതിന്റെ ഒരു ഗുണമുണ്ടല്ലോ അല്ലേ എന്നൊക്കെ ആയി ചോദിക്കുന്നത്. വിശേഷം പണ്ടാ പറഞ്ഞു വിട്ടതിന്റെ ബാക്കി ചോദിക്കാൻ ശ്രമിക്കുക. അതാ പുരുഷന്മാരോട് ഇതൊട്ട് ഇങ്ങനെ കാണിക്കുന്നൊന്നുമില്ലെന്ന്. പെണ്ണുങ്ങൾ പറയുന്നത് പാമ്പ് നാക്കിട്ട് ഇങ്ങനെ വെക്കുന്നു എന്ന് പറഞ്ഞാൽ ശരി, നമ്മളോട് ചെല്ലുമ്പോഴേക്ക് അതതിന്റെ വഴിക്ക് പോകും. കാരണം ആദം അന്നങ്ങ് ചെന്നാൽ മതിയായിരുന്നു, ഇത് അറിഞ്ഞുകൊണ്ട് ചെന്നാൽ മതിയായിരുന്നു, ആദം ചെന്നില്ല. അപ്പം ഈ സഹോദരിമാരെ കണ്ടപ്പോഴേക്ക് എന്തോ പറയണമെന്നുള്ള നിലയിലേക്ക് ഇങ്ങനെ വരിക. അപ്പൊ ഈ ചില ആൾക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ട്, അതങ്ങോട്ട് പറയാനുള്ള ഒരു ഭാഷ കിട്ടാതെ വരും. അപ്പൊ അതിന് മലയാള ഭാഷയില് ഒരു പ്രയോഗമുണ്ട്, ഈ സംസാരിക്കാനാവാത്ത ഊമനായൊരു മനുഷ്യൻ ഈ ചക്കര ഭക്ഷിച്ചു. ഇപ്പൊ ഈ ചക്കരയുടെ ടേസ്റ്റ് അയാൾക്കൊന്ന് പറയണമെന്നുണ്ട്, പക്ഷെ ഭാഷ വരുന്നില്ല. അതിനാൽ ഇങ്ങനെ കിടന്നങ്ങ് വിഷമിക്കുകയാണ്. അത് സൂപ്പറാണെന്നൊക്കെ പറയണമെന്നാണ് പുള്ളി ആഗ്രഹിക്കുന്നത്, പക്ഷെ ഭാഷ വരാത്തത് കൊണ്ട് അദ്ദേഹം കിടന്നങ്ങ് വിഷമിക്കുകയാണ്. അപ്പൊ സകല ജീവജാലങ്ങളും ഇന്ന് ഇങ്ങനെ കഴിയുകയാണ്. സകല ജീവജാലങ്ങളും ഇന്ന് ഞരക്കത്തിൽ കഴിയുക. അതിനാ പറഞ്ഞത്, ഞരക്കത്തിൽ. ഇനി ഇതിലും രസകരമായ ഒരു കാര്യമുണ്ട്. ഞാന് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു സഹോദരൻ ആക്സിഡന്റ് ആയിട്ട് കിടക്കുക, കാണാനായിട്ട് ചെന്നു. അപ്പൊ കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ ഈ ഡിബേറ്റ് ഒക്കെ ചെയ്യുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ഒരു ചങ്ങാതി അവിടെ കിടക്കുക. അയാൾക്കൊരു പ്രശ്നം ഉണ്ടായത്, അയാളെന്തോ പണി കാണിച്ചിട്ട് ഈ ഈ കേപ്പെന്നൊരു സാധനം കിട്ടില്ലേ, പാറമടയിൽ വെടിപൊട്ടിക്കുന്ന ആ ഒരു സാധനം, അതങ്ങാണ്ട് കടിച്ച വഴിക്ക്, അതിങ്ങനെ കടിച്ചാ മുറുക്കുന്നത്, കടിച്ച വഴിക്ക് അതല്പം കയറിപ്പോയിട്ടത് ഇവിടെ ഇളകി.
ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ സർജറി ഒക്കെ നടത്തി ഇങ്ങനെ തയ്ച്ചിട്ടിരിക്കുകയാണ്. അപ്പോ അതിന്റെ അടുത്ത് നമ്മുടെ ഒരു ബ്രദർ കിടക്കുക. ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോഴേ ഈ മനുഷ്യൻ എന്നെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഈ ഡിബേറ്റ് ഒക്കെ നടത്തിയിട്ട് ഇവരോടുള്ള ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിലുള്ള ഒരു പ്രയാസമാണ്. ഇയാൾക്ക് എന്നെ രണ്ടെണ്ണം പറയണമെന്നുണ്ട്, പക്ഷെ ഇങ്ങനെ തയ്ച്ചു വെച്ചേക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. പുള്ളി അവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോ എന്നെ കണ്ടതും പുള്ളിക്ക് എന്നെ അങ്ങ് കൊല്ലണം, ഉന്മൂലനം ചെയ്യും. അപ്പൊ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് എഴുതേക്ക് അവിടെ നിന്ന് സഹോദരി പറഞ്ഞു, അതേ പാസ്റ്ററെ ഈ ഡിബേറ്റ് ചെയ്യുന്ന ആളാന്നൊക്കെ ഇവർക്കറിയാം. അതിനെന്തോ ഒരു പുള്ളി ആവൂന്നൊക്കെ വെക്കുന്നുണ്ട്, പക്ഷെ ഒന്നും സാധിക്കുന്നില്ല. അപ്പൊ ഞാൻ അന്നാണ് മനസ്സിലാക്കി ആശയവിനിമയത്തിന് പറ്റാവുന്ന മനുഷ്യന്റെ ഒരു ബുദ്ധിമുട്ടേ. ഏതായാലും ഞാനവിടെ കുറച്ചു നേരം നിന്ന് പുള്ളിയുടെ ആ വിഷമം ഇങ്ങനെ ആസ്വദിച്ചു. കാരണം ഈ തയ്ച്ചു വെച്ചേക്കുന്നുണ്ട്, പ്രതികരണം ഒട്ട് പറയാനും പറ്റുന്നില്ല. അയാൾ അനുഭവിക്കുന്ന ഒരു വിഷമം ഒന്ന് ആലോചിച്ച് നോക്കി, എന്തോ ഒരു പ്രയാസമാണെന്ന് ആലോചിച്ച് നോക്കി. അതിഭീകരമാണ് ആ ഒരവസ്ഥ. അപ്പോ ഇതുപോലെ സകല സൃഷ്ടിയും സകല ജീവജാലങ്ങളും ഞരക്കത്തിൽ കഴിയാൻ എന്താണ്, അവരുടെ പല ക്വാളിറ്റി നശിച്ചുപോയി, പല കഴിവുകൾ നശിച്ചുപോയി. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ സാധ്യതകൾ എന്തൊക്കെയായിരുന്നു? വലിയ വലിയ സാധ്യതകളുള്ള ശരീരം. ജീവജാലങ്ങൾക്ക് മിണ്ടാട്ടമില്ല, അവ ആ ശേഷി. നമ്മുടെ എത്രയോ കഴിവുകൾ നശിക്കും. നമുക്ക് ക്ഷീണവും പ്രായവും രോഗാധിക്യവും ഒക്കെ വന്നിട്ട് നമ്മൾ മരണത്തിലേക്ക് പോകുന്നു. ഇതിൽ നിന്ന് മാറിയ ഒരു ആദർശ ലോകം നമുക്കില്ല എങ്കിൽ സൃഷ്ടാവ് ഉണ്ടെന്ന് പറയുന്ന അർത്ഥമില്ല. സൃഷ്ടാവ് ഉണ്ട്, പക്ഷേ നിഷ്ക്രിയനാണെന്ന് പറയുന്നത് അർത്ഥം എന്താ? അഗ്നോസ്റ്റിക്കുകളുണ്ട്. ദൈവം ഉണ്ടാകാൻ ഇല്ലായിരിക്കാം എന്ന് ചിന്തിക്കുന്ന അഗ്നോസ്റ്റിക്കുകളുണ്ട്. ആ വിശ്വാസം കൊണ്ട് എന്താണ് പ്രയോജനം? ഒരു ദൈവം ഉണ്ടെന്ന് പറയുകയും ആ ദൈവത്തിന് ഇതൊന്നും കഴിയില്ല എന്ന് പറയുകയും ചെയ്യുന്ന ബോധത്തിന്റെ അർത്ഥം എന്താ? ഒരടിസ്ഥാനമില്ല. അപ്പൊ ദൈവം എന്ന സൃഷ്ടാവ് യാഥാർത്ഥ്യമാണെങ്കിൽ സൃഷ്ടിയുടെ ഭാവി സംബന്ധിച്ച് ആ സൃഷ്ടാവിന് വലിയ ഉത്തരവാദിത്വം ഉണ്ടാകണം. അവിടെയാണ് നിത്യത എന്ന വിഷയം പ്രസക്തമാകും. അപ്പോൾ ആ നിത്യതയിൽ ഭക്തന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് സമഗ്ര വീണ്ടെടുപ്പാണ്, സമ്പൂർണ്ണ വീണ്ടെടുപ്പാണ്. അപ്പൊ ദൈവം ചിന്തിച്ച അളവിലേക്ക് ഉള്ള സമ്പൂർണ്ണ വീണ്ടെടുപ്പ്. ആദമിന്റെ ആ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആദമിന്റെ ആ സ്ഥാനമുണ്ടല്ലോ, അവസ്ഥ, അത് അല്ല ആദമിനെ ദൈവം വെച്ചിരുന്നു. അതിലും വലുതാണ്. എക്സാമ്പിൾ പറയാം. ആദമിനെ നമ്മൾ കണ്ട പ്രിമിറ്റീവ് സ്റ്റേജില്ലേ, അയാൾ വീണ്ടും ഡെവലപ്പ് ആകേണ്ട ആളാണ്. അതിനാണ് പറയുന്നത്, മനുഷ്യൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ചു നിന്ന് എന്നേക്കും ജീവിച്ചിരിക്കാൻ സംഗതി വരും. അതുകൊണ്ട് നമുക്ക് അവനെ ഏതിൽ നിന്ന് പുറത്താക്കണം. അപ്പൊ ഈ ജീവവൃക്ഷം എന്തിനായിരുന്നു? ജീവവൃക്ഷം ചുമ്മാ കാണാൻ വെച്ചല്ല, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം വെറുതെ വെച്ചല്ല, അത് നമുക്ക് തരാൻ വേണ്ടി തന്നെ വെച്ച. ഇപ്പോഴല്ലെന്നുള്ള, ഈ സമയത്തല്ലെന്നുള്ള. ആ സമയത്ത് കഴിക്കാൻ പാടില്ല. നമ്മുടെ കൊച്ചു കുട്ടികൾ നമ്മളിങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ആഹാരം കൊണ്ടുവച്ചെന്ന് വെച്ചു. അപ്പൊ നമ്മളത് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഈ 6 മാസം 3 മാസമൊക്കെ പ്രായമുള്ള കൊച്ചിന് ഇത് കഴിച്ചാൽ കൊള്ളാമെന്ന് കണ്ടിട്ടില്ലേ? ഈ കൊച്ചു കുഞ്ഞ് അത് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. മട്ടൻ ഇവിടെ വെച്ചിരിക്കുക, അല്ലെ ചിക്കൻ വെച്ചിരിക്കുക. ഈ കുഞ്ഞിങ്ങനെ വരുമ്പോൾ സന്തോഷം കൊണ്ടുവന്നെടുത്ത് കൊടുത്തു നോക്കി. ആ കൊച്ചു ചോദിച്ചല്ലേ എന്ന് ഓർത്ത് 3 മാസം പ്രായമുള്ള കൊച്ചിന് മട്ടൻ കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചിക്കൻ കൊടുക്കാൻ പറ്റില്ല. അതിന് പറ്റിയ ഫുഡേ കൊടുക്കാൻ പറ്റും. ആദം, നീ ഇപ്പൊ ശിശുവാണ്, ഇപ്പോഴല്ല നീ ഇത് കഴിക്കണ്ടേ, ഇത് നിനക്കുള്ളതാണ്, ഇപ്പൊ വെയിറ്റ് ചെയ്യേ. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം ആദമിനെ ഔവയ്ക്കുള്ളതാണ്, കാണാൻ വെച്ചിരിക്കല്ല, മനുഷ്യരാശിക്കുള്ളതാണ്. ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം മനുഷ്യരാശിക്കുള്ളതാണ്. എന്താ തെളിവ്? വെളിപ്പാട് ദിവസം പറയാ, ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. നമുക്ക് തന്നെ വെച്ചിരിക്കുന്ന, അത് വേറെ ആർക്കുമല്ല. അതിന് ടൈം എടുക്കും. ഇങ്ങനെയാണ് ആദമിനെ കുറിച്ച് ധരിച്ച ദൈവം. ടൈം എടുത്ത് ഇതൊക്കെ ഭക്ഷിച്ച് ദൂതുല്യരായി ജീവിക്കണം. ഈ അൾട്ടിമേറ്റ് പർപ്പസിലേക്ക് ദൈവം ഇനി നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ് നമ്മുടെ വീണ്ടെടുപ്പ്. അതാണ് പൂർത്തീകരണം. അവിടെ കൊണ്ട് തീരുകയാണ്, അവിടെ എത്തിക്കും. ദൈവം ആദമിനെ കുറിച്ചുള്ള ദൈവിക സങ്കല്പങ്ങളുടെ പൂർണ്ണതയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന പ്രക്രിയ ഇനി വരാൻ പോവുകയാണ്. അല്ലാതെ ഏതെന്നെ ജീവിതത്തിന്റെ അവസ്ഥയിലേക്ക്, പറുദീസയിലേക്ക് നമ്മളെ അവിടെ കൊണ്ടെത്തിക്കലല്ല. പറുദീസയ്ക്കും അപ്പുറത്ത് ഞാനിരിക്കുന്ന ഇടത്തേക്ക്, അവിടെ മറ്റെങ്ങും ഇടയ്ക്ക് സ്റ്റോപ്പൊന്നുമില്ല, അവിടെയാണ് നമ്മളെ ഇരുത്തുന്നത്. കർത്താവിനോട് കൂടെയാണ് ഇരുത്തുന്നത്. മക്കൾ എന്ന നിലയിലേക്ക്, പ്രിയ മക്കൾ എന്ന നിലയിലേക്ക് നമ്മെ അവരോട് ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഇതര ജീവജാലങ്ങളെല്ലാം അത് കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അത് കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പറയുന്നത്, എക്സാമ്പിൾ, നിങ്ങളുടെ മോള് ഇപ്പൊ നമുക്കിവിടെ നമ്മുടെ ഒരു പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ ഒരു അവാർഡ് വന്നു, ഫേസ്ബുക്കിലൊക്കെ കണ്ടു. വിശ്വാസിയായ മോളാണ്. വലിയ സന്തോഷം തോന്നി. എന്തോ അതിന്റെ എന്തോ പെർഫോമൻസ് അതിൽ കിട്ടിയ ഒരു അവാർഡാണ്. അപ്പൊ ഈ പെണ്ണിനെ നമുക്കെല്ലാം പരിചയമുണ്ടെന്ന് കൂട്ടിക്കോ. നമ്മുടെ ചർച്ചിലെ കുട്ടിയാണ്, യൂത്തിന്റെ കുട്ടിയാണ്. അപ്പോ അടുത്ത ദിവസം ഈ കുട്ടി വരും, മുഖ്യമന്ത്രിയുടെ അഭിനന്ദനമൊക്കെ ഏറ്റുവാങ്ങി. അപ്പൊ നമ്മള് ആ കുട്ടിയെ വീണ്ടും ഒന്നുകൂടെ കാണാൻ ആഗ്രഹിക്കും. അതെന്താ കാര്യം? അനേക വേദിയിൽ ഈ കുട്ടി കയറി നിൽക്കുമ്പോൾ ഇന്നലെ വരെ കണ്ട പെണ്ണല്ലേ, ഈ എന്തിനാ നമ്മൾ കാണുന്നതെന്ന് ചോദിച്ചാൽ അർത്ഥമില്ല. കാരണം എന്താ? ഇപ്പോൾ ഇവൾ മറ്റൊരാളായി കഴിഞ്ഞു, അവാർഡ് ജേതാവായി കഴിഞ്ഞു, വിന്നറായി കഴിഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് വോട്ട് ചെയ്ത് വിട്ട ആള് വിജയശ്രീലാളിതനായി തിരിച്ചു വരുമ്പോൾ നമ്മളും പതുക്കെ
അവിടെ നിന്ന് ഇറങ്ങി റോഡിൽ നിൽക്കും. എന്തിനാണെന്നറിയോ? നമ്മൾ വോട്ട് ചെയ്ത് വിട്ട ആൾ ജയിച്ചപ്പോഴേക്ക് അല്പം കണ്ടു കഴിഞ്ഞ ആളിനെ അല്ല ഇപ്പൊ കാണുന്നുണ്ട്. ഈ ആളിന് വേറെ ശരീരത്തിന് വ്യത്യാസമൊന്നും വന്നില്ല. അയാൾക്ക് ഒരു വ്യത്യാസം വന്നില്ല. ആകപ്പാടെ ഒരു മാല തീർത്തിട്ടുണ്ട് കേരളത്തിലേക്ക് രീതിക്ക്. ഒരു മാല ഇട്ടിട്ടുണ്ട്, കുറെ ബഹളവും കേൾക്കാന്നുള്ളതല്ലാതെ ഇന്നലെ വരെ കണ്ട നമ്മൾ ഓടി ഇവനെ കാണാൻ വരിക. അതിന്റെ കാരണം എന്താ? ജയമെടുത്തവനെ ആകാംക്ഷ കൊണ്ട് നമ്മൾ ഇങ്ങനെ നോക്കിപ്പോകും. അതാണ് ജയമെടുത്തവനെ. സകല ജീവജാലങ്ങളും ജയമെടുത്ത നമ്മെ ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ്. അപ്പൊ ജീവജാലങ്ങളുടെ ആകാംക്ഷ നമ്മൾ എന്തായിത്തീരും. ദൈവം അത് വെളിപ്പെടുത്തിയിട്ടില്ല. പ്രിയമുള്ളവരെ, നാം എന്താകും എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് വചനം പറയാം. ഏകദേശം അറിയുന്നു നമ്മൾ എന്താകും. എന്താണ് അതൊരു ദൈവം ഒരു ചില കാര്യങ്ങൾ നമുക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. നമുക്ക് വേണ്ടി ജിജ്ഞാസയുടെ എത്രയെത്ര ചെപ്പുകൾ തുറക്കാനിരിക്കുന്നു. നമുക്ക് വേണ്ടി തമ്പുരാന്റെ കരുതലിന്റെ എത്ര നിഗൂഢ മർമ്മങ്ങൾ വെളിപ്പെടുത്താനിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ഈ ക്ലാസ് വിട്ട് വിരിയുമ്പോൾ നമ്മോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ ആ തീവ്രതയും ശ്രേഷ്ഠതയും അതൊക്കെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ ബാധ്യസ്ഥരാണ്. ഇവിടെയാണ് നമ്മൾ ഭൂമിയിൽ കിട്ടുന്ന ഏതാണ്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഉപവാസത്തെ ചുരുക്കുന്നു, നമ്മുടെ പ്രസംഗത്തെ ചുരുക്കുന്നു. കേവലമായ ഒരു രോഗസൗഖ്യം, കേവലമായ ഒരു ഭവനത്തിന്റെ നിർമ്മാണം, കേവലമായ ഒരു വാഹനം. പ്രിയപ്പെട്ട, ഇതൊക്കെ ആവശ്യമല്ലെന്ന് ആര് കണ്ടു? അതെല്ലാം ആവശ്യമാണ്, വലിയ ആവശ്യങ്ങളാണ്. പക്ഷെ നമ്മൾ അതിലേക്ക് ചുരുങ്ങരുത് എന്ന് പറയാൻ കാരണം നിത്യതയാണ് നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുക. ആ നിത്യതയെക്കുറിച്ചുള്ള മനോഹരമായ സ്വപ്നങ്ങളും കാഴ്ചപ്പാടും ഇല്ല എങ്കിൽ നമ്മൾ ഇഹലോകത്തിലെ ഒരു ഭൗതികവാദിമാർ. മനുഷ്യർ കൂടുതൽ ആകാംക്ഷഭരിതരാകുന്നത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് എന്ത് കിട്ടും എന്ന് കേൾക്കുന്നതിലാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് എന്ത് കിട്ടും, അതാണ് പലപ്പോഴും അപ്പൻ ഇത്തരം കാര്യങ്ങളിൽ അത്ര ശ്രദ്ധാലുവാകുന്നില്ല കുട്ടികളുടെ. നമ്മുടെ ഒരു കൺസർവേറ്റീവായ ഫാമിലി സങ്കല്പത്തിൽ നമുക്കൊന്ന് നോക്കാം. ഈ കുട്ടി ജയിച്ചു, അപ്പൻ വലിയ അതേക്കുറിച്ച് കൊള്ളാം എന്നതിനപ്പുറത്തേക്ക് പോകുന്നില്ല. ബാക്കി ആളുകൾ കുട്ടി അഭിനന്ദിക്കുന്നു, ചാടുന്നു, ഒരു ജസ്റ്റ് ഒരു വാക്കിനപ്പുറത്തേക്ക് അപ്പൻ പോകുന്നില്ല. അപ്പന് കുട്ടിക്ക് അന്നേരം തോന്നുകയാണ് ഇതെന്താ പപ്പായ്ക്ക് അത്ര ഉത്സാഹമില്ലാത്തത്. ഇത് കേട്ടിട്ട്, ഈ വാർത്ത കേട്ടിട്ട് പപ്പായ്ക്ക് ഉത്സാഹമില്ലാത്തതെന്താണ്? ഓരോ വാർത്ത കേൾക്കുമ്പോഴും ബാക്കിയുള്ളവർ കാണിക്കുന്ന ആകാംക്ഷ. കുട്ടി ഓടി വരുമ്പോൾ ഓർത്തത് അപ്പ എടുത്ത് ചാടി ബഹളം വെച്ച് ഓടുന്നൊക്കെയാണ്. ഈ വാർത്ത കേട്ടപ്പോൾ തുള്ളിച്ചാടുമെന്നാണ്. പപ്പായ്ക്ക് വലിയ മാറ്റമില്ല. പക്ഷെ പപ്പയ്ക്ക് ഈ കുട്ടി കാണാത്തൊരു ആനന്ദം ഉള്ളിൽ കിടന്ന് തുടിക്കുന്നുണ്ട്. ഉള്ളിൽ ഇതാണ് തുടിക്കുന്ന ആനന്ദം. പപ്പ കുട്ടിയേക്കാൾ ആസ്വദിക്കുന്ന എപ്പോഴാണ്? കുട്ടിയുടെ വിജയത്തെ ഉള്ളം കൊണ്ട് ആസ്വദിച്ച് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ പപ്പ ചിന്തിച്ചത് അവാർഡ് വാങ്ങിയ കുട്ടിയല്ല, ഭാവി സുരക്ഷിതമാക്കി ജയമെടുക്കുന്ന നിന്നെ ദൂരെ നിന്ന് കണ്ട് ആനന്ദിക്കുന്ന ഹൃദയമാണ് അപ്പന്റെ ഹൃദയം. ആ ഹൃദയത്തിന്റെ ആനന്ദം വിവരണാതീതമാണ്. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന ചെറിയ രോഗശാന്തിയോ ചെറിയൊരു വണ്ടിയോ നശിച്ചു പോകുന്ന ഏതെങ്കിലും വസ്തുവോ അന്ന് കിട്ടാവുന്ന ഏറ്റവും വിലപിടിപ്പുള്ള വണ്ടിയോ ഒക്കെ നല്ലതാണെന്ന് അതിൽ നിന്ന് തെറ്റല്ല. പക്ഷേ ഇതാകരുത് നമ്മുടെ ലക്ഷ്യം. അതിനും അപ്പുറത്തേക്കാകാം. അതിനും അപ്പുറത്തുള്ള ഒരു ആത്മീക ലോകത്തിന്റെ വീക്ഷണഗതി നമ്മുടെ ഉള്ളിൽ വരണം. അവിടെയാണ് ദൈവം സന്തോഷിക്കുന്നത്, അവിടെയാണ് കർത്താവ് ആനന്ദിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മക്കള് ഇങ്ങനെ A+ കിട്ടി എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത പോലെ ഉണ്ടാകും. ഞാൻ പറഞ്ഞു എനിക്ക് പണ്ടേ A+ കിട്ടിയാണ്, അത് എൻ്റെ ബ്ലഡാണ് A+ കേട്ടോ, പോസിറ്റീവ് ബ്ലഡാണ്. നീയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മൾ A+ ആണ്, ബ്ലഡ് പോസിറ്റീവ് ആണ്. അപ്പൊ എൻ്റെ A+ ഒരിക്കലും പോകത്തില്ല, മരണം വരെ ഇതിങ്ങനെ തന്നെ നിൽക്കും. പോസിറ്റീവ് ബ്ലഡുകാർക്കെല്ലാം ഉള്ളൊരു പ്രത്യേകതയാണ്, നമ്മൾ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ആർക്കും തോൽപ്പിക്കാനാകത്തിന്റെ കാരണം എന്താ? മരണം വരെ നമ്മൾ പോസിറ്റീവാണ്. പോട്ടെ. അപ്പം ഈ പോസിറ്റീവ് കിട്ടി SLC ജയിക്കുന്നതിനേക്കാൾ, +2 പാസ്സാകുന്നതിനേക്കാൾ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി മാസ്റ്റേഴ്സും ഒക്കെ പാസ്സാകുന്നതല്ലെന്നേ കാര്യം. അവൻ ജീവിതത്തിൽ പാസ്സാകണം. ജീവിതത്തിന്റെ ഒരു ഉയർച്ചയുണ്ട്. ഇതെല്ലാം കിട്ടിയിട്ട് ജീവിതത്തിൽ പാസ്സാകുന്നില്ലെങ്കിൽ എന്ത് കാര്യം? ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ കേൾക്കുന്ന മെസ്സേജുകളിലെല്ലാം ഇവിടെ കിട്ടുന്ന പരിമിതമായ ഒരു കാലാവസ്ഥയെ പറ്റിയുള്ള നിറം പിടിച്ച കഥകളാണ് പലപ്പോഴും പ്രസംഗങ്ങൾ. സുവിശേഷ യോഗങ്ങളും അങ്ങനെ ഒതുങ്ങിത്തീരുന്നു, ഉപവാസങ്ങൾ അങ്ങനെ ഒതുങ്ങിത്തീരുന്നു. അങ്ങനെയല്ല, നിത്യതയില് നമ്മുടെ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള ആ വലിയൊരു കാഴ്ചപ്പാട്. ചില പറയാതെ അന്നല്ലേന്ന്. അത് അന്നാണെന്ന് ആര് പറഞ്ഞു? നാളെയല്ലെന്ന് ആര് കണ്ടു? അടുത്ത നിമിഷമല്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് അന്നാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കേണ്ട ഒന്നല്ല. നമ്മുടെ ക്ലാസ് അവസാനിക്കുമ്പോൾ സൃഷ്ടിയും സൃഷ്ടാവും എന്നുള്ള ആ കാഴ്ചപ്പാടിൽ നിന്ന് നമുക്ക് സൃഷ്ടി എന്ന പരിമിതിയിൽ നിന്ന്, സൃഷ്ടാവ് എന്ന ബന്ധത്തിൽ നിന്ന് കുറെ കൂടി ഉയരത്തിൽ നമ്മുടെ പിതാവായവനെ നമ്മൾ അവിടുത്തെ ഇഷ്ടപ്രകാരം, അവിടുത്തെ ഹിതപ്രകാരം നമ്മൾ ആസ്വദിക്കുന്ന ഒരനുഭവം, അതിലേക്കാണ് വളരേണ്ടത്. അപ്പോ ഞാൻ
ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ചെറിയൊരു ജീവിതത്തിൽ സംതൃപ്തി തരുന്ന കാര്യം എന്താണ്? നമ്മുടെ സംതൃപ്തി എന്ന് പറഞ്ഞാൽ നമ്മളോടൊപ്പമുള്ളവരുടെ കൂടി സംതൃപ്തി വലുതാണ്. അത് വലുതാണ്. ഫുഡ് ആത്മാർത്ഥമായി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സഹോദരിയുടെ താല്പര്യം എന്താണ്? അത് കഴിക്കുന്ന ഒരാളുടെ സംതൃപ്തി അവരുടെ വലിയ സംതൃപ്തിയാണ്, വലിയൊരു സംതൃപ്തി. ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട പി ജി വരിസംഘൾ എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ വ്യത്യസ്തങ്ങളായ കുറെ ഫുഡൊക്കെ ഉണ്ടാക്കി. എനിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം അതൊക്കെ ചോദിച്ചു വാങ്ങി വീണ്ടും വീണ്ടും കഴിച്ചു. അടുത്ത ഫുഡും ഒക്കെ വാങ്ങി കഴിച്ചു. ഇന്നത് കൊണ്ടുവരാനൊക്കെ പറഞ്ഞ് അത് വാങ്ങി കഴിച്ചു. അപ്പോൾ ഈ എൻ്റെ വൈഫിന് വലിയ തൃപ്തിയായി, വലിയൊരു സന്തോഷമായി. എന്താ കാര്യം? അവൾ പണിയെടുത്താണ്, അധ്വാനിച്ചാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അതിൽ ഒരു ആളത് ആരെക്കുറിച്ച് ഉദ്ദേശിച്ചു അവർ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി ഇല്ലേ, ആ സംതൃപ്തിയാണ് ശരിക്കും നമ്മുടെ ഈ സംതൃപ്തി. അത് ചിലർക്ക് ആ മാനസികാവസ്ഥയിലേക്ക് വരണം എന്നില്ല. ചില ഹോട്ടലുകളിൽ അവിടെ ഇരുന്നുകൊണ്ട് ചോദിക്കില്ല, സാർ ഫുഡ് എങ്ങനെ ഉണ്ട്, ഇത് ചോദിക്കുന്ന അവർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതിൽ കേവലം അത് ഒരു കൊമേഴ്സ്യലായിട്ടുള്ള അല്ലെങ്കിൽ വാണിജ്യപരമായ താല്പര്യം മാത്രമല്ല. ചിലർക്ക് അതിലൊരു ആത്മാർത്ഥതയുണ്ട്, ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർത്ഥതയുണ്ട്, ഒരു എന്താ പറയുക, ഒരു പ്രൊഫഷണൽ ഇൻട്രസ്റ്റ് എന്നതിനൊക്കെ അപ്പുറത്ത് ഒരു വർക്ക്സ്മാൻ സ്പിരിറ്റ് അവർക്കുണ്ട്. ചില ആളുകൾ അങ്ങനെയാണ്, ചെറുതായിട്ടും അത് ചെയ്യാം. ഒരു ഡോക്ടർ അതുപോലെയാണ്, ചെയ്യുന്ന കാര്യത്തിൽ ചിലപ്പോൾ അയാൾ ഒരു പെർഫെക്ഷൻ ചിന്തിക്കുന്നു. നമുക്കൊരു ജോലി ചെയ്യാൻ വരുന്ന ഒരാൾ, അയാൾക്ക് പെട്ടെന്ന് ഇട്ടിട്ട് പോവാം, പക്ഷെ അതേ പറയും സാർ അത് അങ്ങനല്ല, ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ കൂടെ സമയമെടുത്ത് വൃത്തിക്ക് ചെയ്യുന്നു, നമ്മളെ അമ്പരപ്പിക്കുന്നു. കാരണം ഇതേ കാണിക്കുന്ന ഒരു ആത്മാർത്ഥത അയാളുടെ തൊഴിലിനോടുള്ള ഒരു ആത്മാർത്ഥതയാണ്, അലസമായി ചെയ്യുന്നവരും. പക്ഷേ സർവശക്തനായ നമ്മുടെ പിതാവിനോട് അലസമായി നമുക്ക് ജീവിക്കാം, ആ ഇഷ്ടത്തിനനുസരിച്ചും നമുക്ക് പെർഫോം ചെയ്യാം. ഈ രണ്ട് ഓപ്ഷനുകൾ നമ്മുടെ മുമ്പിൽ വന്നു കിടക്കും. ഇതെങ്ങനെയെങ്കിലും ചെയ്യാം, വാരിക്കുട്ടി ഉണ്ടാക്കി കൊടുക്കാം, ഏതെങ്കിലും രൂപത്തിൽ ചെയ്തു കൊടുക്കാം. പക്ഷേ മനസ്സ് നിറയുന്ന ഒരു കുളിർമയോടെ അദ്ദേഹത്തിന് നമുക്ക് ചെയ്തു കൊടുക്കാം. നമ്മുടെ പിതാവ് ഇതാണ് ആഗ്രഹിക്കുന്നത്. സൽഗുണ സമ്പൂർണനായ നമ്മുടെ പിതാവ്, നമ്മുടെ സൃഷ്ടാവ് എന്നുള്ള നിലയിൽ നിന്ന് പിതാവ് എന്ന നിലയിലേക്കുള്ള വളർച്ച, ആ വളർച്ചയിൽ സൽഗുണ സമ്പൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണനാവുകയും. നമ്മുടെ ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മുടെ ദൈവം തൃപ്തനായിരിക്കണം, സംതൃപ്തനായിരിക്കണം. അതിന്റെ കാരണം മുമ്പേ പിതാവിന്റെ കാര്യം പറഞ്ഞല്ല, പിതാവ് നമുക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യുന്നില്ല. ചില മനുഷ്യരുണ്ട്, അവര് ബന്ധുക്കളും വേണ്ടപ്പെട്ടവരൊക്കെയാണ്. കുട്ടികൾക്ക് വർഷാവർഷം വസ്ത്രം മേടിച്ചു കൊടുക്കുന്ന, പ്രസന്റേഷൻ മേടിച്ചു കൊടുക്കുന്ന ഒരു ഗണത്തിലൊന്നും അവരില്ല. അല്ലെങ്കിൽ കുട്ടികൾ ചോദിക്കുമ്പോൾ ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്ന ആ ഗണത്തിലില്ല. പക്ഷേ കുട്ടികളുടെ ആവശ്യങ്ങളിൽ എല്ലാവരും അമ്പരപ്പിച്ചുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായത് അവർ കരുതി വെച്ചിട്ടുണ്ട്. സ്വർഗസ്ഥ പിതാവ് ഇങ്ങനെയാണ്. ഒന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, നമ്മളെല്ലാം ദൈവത്തിന്റെ നന്മ അനുഭവിച്ചവരാണ്. നിങ്ങളിരിക്കുന്ന ഇടം, ഞാനിരിക്കുന്ന ഇടം, ഇതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ തെളിവുകളാണ്. അല്ല എന്ന് പറയാൻ വയ്യ. നിങ്ങളിരിക്കുന്ന അറ്റ്ലാന്റയിലും അമേരിക്കയുടെ പലയിടങ്ങളിലും, ഫിലാഡൽഫിയയിലും കേരളത്തിലും ഗുജറാത്തിലും ഒക്കെ ഇരുന്ന് ദൈവമക്കള് ഇതിന്റെ ഭാഗമാവുകയാണ്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, എല്ലാം ദൈവത്തിന്റെ ദാനവും അനുഗ്രഹമാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഒന്ന് ഉറപ്പിച്ചേ പോകാവൂ, ഇതിലും വലിയ അനുഗ്രഹം എൻ്റെ ദൈവം എനിക്കായി കരുതി വെച്ചിരിക്കുന്നു. അത് നമുക്കൊരു പോസിറ്റീവ് എനർജി പകരും. ഒന്നുകൂടെ ദൈവമക്കൾ പറയട്ടെ, പ്രായമുള്ള ദൈവാസന്മാരെയും കാണും. ക്ഷീണം അവരെ അലട്ടുമ്പോൾ നമുക്ക് അവരിലൂടെയും കേൾക്കാൻ ആഗ്രഹിക്കും. ഇപ്പൊ നമ്മുടെ ആൻഡ്രൂസിറ്റാനെ കാണുന്നു, മറ്റു ചില പ്രായമുള്ള ദൈവാസന്മാരെ ഞാൻ കാണുന്നുണ്ട്. അപ്പോ ഞാൻ പാസ്റ്റർ പി വി മാത്യു അച്ഛനെ കാണുന്നുണ്ട്, സാമുൽ അച്ഛനെ കാണുന്നുണ്ട്, മോനി മാത്യു അച്ഛനെ കാണുന്നുണ്ട്. എല്ലാവർക്കായിട്ട് സ്തോത്രം. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം, ചിലപ്പോഴൊക്കെ ഈ പ്രായവും ക്ഷീണമൊക്കെ വരുമ്പോൾ പണ്ട് ചെയ്ത ശുശ്രൂഷകൾ, ആ ശുശ്രൂഷകളിൽ നമ്മൾ ഓർത്ത് സന്തോഷിക്കും. പക്ഷെ ഒന്ന് തിരുത്തിയേ പോകാവോ? നമുക്കൊന്ന് പറയാം, ഇതുവരെ ഞാൻ ചെയ്തതല്ല എനിക്ക് വേണ്ടി അവൻ കരുതി വെച്ചിട്ടുള്ള ശുശ്രൂഷ, അതിലും ശ്രേഷ്ഠമായത് ഈ പ്രായത്തിലും എനിക്ക് തരാൻ കഴിയുന്നൊരു ദൈവം. അതുകൊണ്ട് നമുക്ക് അവിടെ മാത്രം സാറ്റിസ്ഫൈഡ് ആകണ്ടെന്നേ, നമുക്ക് എന്തിനാ അവിടെ വിട്ടുകൊടുക്കുന്നത്? നമ്മളെ ജയിപ്പിച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ചിലത് കൂടി ചെയ്യാനാണ്. അതെന്താന്ന് പറയാൻ പറ്റില്ല. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. നമ്മൾ വില്ലിങ് ആവുക എന്നുള്ളതാണ്. ഇതുവരെ പറഞ്ഞ പ്രസംഗങ്ങളല്ല ഏറ്റവും എഫക്റ്റീവായത് ഇനി പറയാതിരിക്കുന്നതാണെന്ന് വിശ്വസിച്ചാട്ടെ. ഇതുവരെ ചെയ്ത മിനിസ്ട്രി അല്ല, ഇനി ഞാൻ ക്ഷീണിതനായി, ഞാൻ ഇനിയും പുറകോട്ട് മാറുകയാണ്. നോ, ചെയ്യാൻ പാടില്ല. എന്നാൽ ചില മേഖലകളിൽ നമ്മൾ മാറുന്നത് നല്ലതാണ്, മറ്റുള്ളവർക്ക് അവസരം കൊടുത്തുകൊണ്ടും അത് നല്ലതാണ്. സാമൂഹ്യക്രമം അങ്ങനെയാണ്, അതിനെ റെസ്പെക്ട് ചെയ്യാം. പക്ഷെങ്കിൽ ഞാൻ മിനിസ്ട്രി നല്ലെന്നേ പുറകോട്ട് പോകുന്നത്. ചില പൊതുസമൂഹത്തിന്റെ ചില ഇടപെടലുകൾക്ക് അതിന് വേണ്ട ആക്കം ശരീരത്തിന് ഇല്ലാത്തത് കൊണ്ട് ഞാനൊന്ന് മാറി നിൽക്കുന്നു. പക്ഷേ സ്പിരിച്വലി എന്നെ ഒരിക്കലും പുറകോട്ടാക്കാൻ സാധിക്കില്ല എന്ന് ഇരുട്ടിന്റെ ശക്തികളോട് പറയണം. ക്ഷീണമുള്ളവർ, രോഗമുള്ളവർ, വേദനിക്കുന്നവർ, നിരാശപ്പെടുന്നവർ, കയ്യിൽ പണമില്ലെന്ന് തോന്നുന്നവർ, ഒരു പ്രോജക്റ്റ് തുടങ്ങിയിട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ചവർ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന്, ടൈമൊന്നും പോയിട്ടില്ലെന്ന്.
നമുക്ക് ടൈം പോയി എന്നുള്ള ആശങ്കയൊന്നും വേണ്ട. ഒന്ന് പറയാം, എൻ്റെ പിതാവ് എന്നെപ്പറ്റി ചിന്തിച്ചതുണ്ടോ, അത് ചെയ്തു കൊടുക്കാൻ ഇപ്പോഴും ഞാൻ സംതൃപ്തനാണ്, ഇപ്പോഴും ഞാൻ റെഡിയാണ്. നിങ്ങൾ ഒരു ജോലിയൊക്കെ വാങ്ങി, ആ ജോലി കിട്ടിയ ശേഷം നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങളുടെ അപ്പൻ ഇഷ്ടപ്പെട്ടു തോന്നുന്ന ഒരു വസ്തു വാങ്ങിക്കൊണ്ട് വരിക. ആ വസ്തു വാങ്ങിക്കൊണ്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ വിലയേക്കാൾ കൊടുത്തത് നിങ്ങളായതുകൊണ്ട് അപ്പൻ അത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച്, മാറോട് ചേർത്ത് പിടിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന പോലെ നമുക്കും നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തെടുക്കാൻ, അവിടുത്തെ മാറോടത് ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം നേരിട്ട് കാണാൻ ഇന്ന് ദൈവം കൃപ തരട്ടെ.